സീതയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. അവിടെ ആരാ ഇല്ലാതാവുന്നത്? ഈ നെഗറ്റീവ് കൊണ്ട് നടക്കുന്ന നമ്മൾ തന്നെയാണ്. ഉപ്പ് വെച്ച കലം പോലെ ഇല്ലാതാവും, അല്ലെ? ഉപ്പിട്ട് വെച്ച കലത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ നശിക്കും. പരഗുണേ പ്രീതി ഗുരവ് നമ്രത. അടുത്ത ഗുണം ഇത് രാമനിൽ യഥേഷ്ടമുണ്ട്. ഗുരവ് നമ്രത, അല്ലെ? ഗുരുക്കന്മാരെ കണ്ടാൽ നമസ്കരിക്കുന്ന സ്വഭാവം. വസിഷ്ഠനെയും വിശ്വാമിത്രനെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാം അഗസ്ത്യരെയും ഒക്കെ കണ്ടാൽ പോയി കണ്ട് നമിക്കുന്നതായ ഭാവം യഥേഷ്ടം രാമനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗുരവ് നമ്രത. വിദ്യായാം വ്യസനം, അല്ലെ? വിദ്യായാം വ്യസനം എന്ന് പറഞ്ഞാൽ വിദ്യയിൽ ശ്രദ്ധയുണ്ടാവുക, അറിവ് നേടാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം. അത് രാമനിൽ യഥേഷ്ടം കാണാൻ സാധിക്കും. വസിഷ്ഠൻ ഒരുപാട് പഠിപ്പിച്ചു. പിന്നീട് ഈ അറിവ് മുഴുവൻ വീണ്ടും കൊടുക്കാൻ വിശ്വാമിത്രൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വനയാത്രയിലാണ്. വിശ്വാമിത്രനോടൊപ്പം രാമന്റെ ആദ്യത്തെ വനയാത്രയാണ്. ആ സമയത്താണ്, അല്ലെ, കാട്ടരുവിയിലെ വെള്ളം കുടിച്ചും കായികനികൾ ഭക്ഷിച്ചുകൊണ്ടും സരയൂ നദിയുടെ മണൽത്തിട്ടയിൽ പുല്ലി വിരിച്ച് ഉറങ്ങിക്കൊണ്ടും ഒക്കെയാണ് രാമൻ വിശ്വാമിത്രനോടൊപ്പം. അറിവ് നേടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം, മനസ്സിലായില്ലേ? നല്ല പ്രയാസം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രയും കഷ്ടപ്പാടാണ്. AC റൂമിൽ ഇരുന്നാലൊന്നും പഠനം നടക്കൂല, അല്ലെ? സുഖാർത്ഥി ചേത് തെജേത് വിദ്യ, വിദ്യാർത്ഥി ചേത് തെജേത് സുഖം എന്നാണ് പറയുന്നത്. സുഖാർത്ഥിയാണോ വിദ്യ വേണ്ടാന്ന് നോക്കുക, വിദ്യാർത്ഥിയാണോ സുഖം വേണ്ടാന്ന് നോക്കുക. രണ്ടും ഒരുമിച്ച് പോവില്ല, അങ്ങനെ പ്രയാസമുണ്ട്. അപ്പം വിദ്യ നേടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ കാൽനടയായിട്ട് സഞ്ചരിക്കേണ്ടി വരും, ഗുരുവിന്റെ കൂടെ കൂടേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് പുറകെ കൂടേണ്ടി വരും. അങ്ങനെ മാത്രമേ ഇത് കിട്ടുള്ളൂ. വിദ്യായാം വ്യസനം സ്വയോഷിതി രതിഹി, അല്ലെ? സ്വന്തം ഭാര്യയിൽ മാത്രം രതിയുള്ള സ്വഭാവമാണ് ശ്രീരാമചന്ദ്രന്റെ. രാമചന്ദ്രന്റെ വ്യക്തിത്വത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഏത്? ഏക പത്നി വ്രതം എന്നുള്ളത് ഏറ്റവും അടയാളപ്പെടുത്തിയ സ്വഭാവമാണ്, അല്ലെ? അപ്പം സ്വയോഷിതി രതി ലോകാപവാദാത് ഭയം, ലോകം തന്നെ അപവാദം പറയുന്നതിനെ ഭയക്ക. അത് രാമന് നന്നായിട്ടുണ്ടായിട്ടുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ സീതാമാതാവിനെ പോലും പരിത്യജിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ രാജധർമ്മവും പത്നിധർമ്മവും ഒരുമിച്ച് വന്നപ്പോ, അങ്ങനെ ഉണ്ടല്ലോ, രാജധർമ്മവും പത്നിധർമ്മവും ഒരുമിച്ച് വന്നാൽ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് എന്താണ്? മുഖ്യധർമ്മവും മറ്റേത് ഗൗണധർമ്മവുമാണ്. അപ്പൊ ഏതെടുക്കണം? അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുക, അല്ലെ? ഇപ്പം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂപ്രണ്ടാണെന്ന് വിചാരിക്കാം. ആ സൂപ്രണ്ട് എന്താണ്? നിരന്തരമായി അവിടെ വർത്താനം പലരുമായി ഇടപെടുന്ന കൂട്ടത്തിൽ ഓഫീസിലുള്ള ഒരു ക്ലർക്ക് ആയിട്ട് നിരന്തരമായി ഇടപെടുന്ന ഒരു സുഹൃത്ത് ബന്ധം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ മറ്റു പലരും ആൾക്കാരും എന്ത് ചെയ്യും? ഇവരെ പറ്റി അപവാദം പറയുന്നു വിചാരിക്കാം. അവര് തമ്മിൽ അനാവശ്യമായ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഉടനെ ഒരു സൂപ്രണ്ട് അദ്ദേഹം ഒരു തീരുമാനത്തിൽ കിടും, അല്ലെ? എന്താ എടുക്കുക? ഇനി നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ സംസാരിക്കണ്ട, ഒരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ. കാരണം രണ്ട് ധർമ്മങ്ങളാണ് അവിടെ. ഒരു ഓഫീസിന്റെ അധികാരി എന്നും സുഹൃത്ത് എന്നുള്ള രണ്ട് ധർമ്മവും കോൺഫ്ലിക്റ്റ് ആയിട്ട് വരികയാണ് അവിടെ. ഏതെങ്കിലും ഒന്നെടുക്കാം. ഏതെടുക്കാം? ഒന്നെങ്കിൽ ഓഫീസ് എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് സുഹൃത്ത് ബന്ധം കൊണ്ട് പോകാൻ തീരുമാനിക്കാം, ഒരു പ്രയാസമില്ല. പക്ഷേ ഓഫീസിലെ കാര്യങ്ങൾ നന്നായി നടക്കണം. ഞാൻ എന്താവണം? മറ്റുള്ളവരുടെ മുമ്പിൽ ധർമ്മിഷ്ഠനാകണം. അതേപോലെ എന്താവണം? സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്ന് പറയും. സംശയിക്കാൻ ഇടയ കൊടുക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ധർമ്മത്തെ ഉപേക്ഷിച്ചേ പറ്റൂ. അവിടെ രാമൻ പത്നിധർമ്മത്തെ മറന്നുകൊണ്ട് വേണ്ടാന്ന് വെച്ച് രാജധർമ്മത്തെ മുറുകെ പിടിക്കുന്ന ഒരു ഭാഗമാണ് സത്യത്തിൽ സീതാപരിത്യാഗം. ഇത് സാധാരണക്കാരോട് പറഞ്ഞാൽ മനസ്സിലാക്കണ വലിയ പണിയാണ്. ഞാനും എൻ്റെ ഭാര്യയും മാത്രം എന്ന് പറയുന്ന ആൾക്കാരോട് എങ്ങനെ ഇത് മനസ്സിലാവില്ല? എത്രയോ സമൂഹത്തിൽ ഇന്നും ചർച്ച ചെയ്ത് വികലമാക്കിക്കൊണ്ടിരിക്കുന്ന സത്യാവസ്ഥ ഇന്നതാണെന്ന് അറിയാമെങ്കിലും വികലമായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് സീതാപരിത്യാഗം. അത് നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട് കുറച്ച്. അന്നേരം നമുക്ക് കുറച്ചും കൂടെ ചർച്ച ചെയ്യാം. ഏതായാലും സ്വയോഷിതി രതി എന്നുള്ളത് ലോകാപവാദ ഭയം, ലോകം തന്നെ പറ്റി തെറ്റു പറയുന്നതിനെ ഭയക്കണം. അങ്ങനെയുണ്ട്. പിന്നെയോ ഭക്തിശൂലിനി, അല്ലെ? സാത്വികമായ ഭക്തി കൊണ്ട് നടക്കുക. ശ്രീരാമചന്ദ്രൻ ആരാധിച്ച ദേവതകളെ നോക്കുകയാണെങ്കിൽ രാമേശ്വരത്ത് ഭഗവാൻ ശിവനെ ആരാധിക്കുന്നുണ്ട്, അല്ലെ?
ആരാധന പല രീതിയിലും ഭൂതങ്ങളെയും പ്രേതങ്ങളെയും പിശാചുക്കളെയും കുട്ടിച്ചാത്തരെയും ഒക്കെ മറുത, അങ്ങനെ പല പല പൂജയും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനല്ല, സ്വാത്വികമായ ആരാധനാക്രമം ജീവിതത്തിൽ ഉണ്ടാവുക, അത് ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. ഭക്തിശൂലിനി ശക്തിരാത്മദമനെ സംസർഗമുക്തിർഘലൈഹി, അല്ലെ? ദുഷ്ടന്മാരോട് പരമാവധി കൂട്ടുകൂടാണ്ടിരിക്കുക, പരമാവധി മാറ്റി നിർത്തുക അവരുടെ ജീവിതത്തിൽ, അല്ലെ? ഇത് പല പല ഉദാഹരണങ്ങളിലൂടെ ശ്രീരാമചന്ദ്രൻ കാട്ടിത്തരുന്നുണ്ട് നമുക്ക്. ഒന്നാമത്തെ ഉദാഹരണമാണ് ബാലിവധം, അല്ലെ? നമ്മൾക്ക് രാമായണം പഠിച്ചു നോക്കുമ്പോൾ ബാലി മരിക്കാൻ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, സീതയാണ് നിനക്ക് വേണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ പോരെ രാമ, എന്ത് ചെയ്യാം, ഞാൻ കൊണ്ടുതരൂലേ? കാരണം രാവണൻ എൻ്റെ അടുത്ത സുഹൃത്താ. അദ്ദേഹത്തോട് ഇത് പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും എനിക്ക് സീതയെ തരും, ഞാൻ നിനക്ക് ഏൽപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണോ നീ ഈ ഇത്രയും വലിയ പാതകം, നീ നമ്മൾ തമ്മിൽ നേരിട്ട് ഒരു ശത്രുതയും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലിവധത്തെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ശബരി മാതാവ് ശ്രീരാമചന്ദ്രന് കൊടുക്കുന്ന ഉപദേശങ്ങൾ, ശബരി മാതാവിന്റെ അടുത്ത് പോയി അവിടെ ആ അമ്മയുടെ ആതിഥ്യം മുഴുവൻ സ്വീകരിച്ചിട്ട് സീതാദേവിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിനാണെന്ന് പറഞ്ഞപ്പോൾ സീതാദേവി എന്താ പറഞ്ഞു കൊടുക്കുക, അല്ലെ? സീതാദേവിയെ കണ്ടെത്താനുള്ള മാർഗം എന്ന രീതിയിൽ ശബരി മാതാവ് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇവിടുന്ന് നേരെ തെക്കോട്ട് സഞ്ചരിച്ചാൽ പമ്പ എന്ന് പറയുന്ന സരസ് കാണാം. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് സഞ്ചരിച്ചാൽ ഋഷ്യമൂകാചലം എന്ന് പറയുന്ന പർവ്വതം കാണാം. അതിന്റെ മുകളിൽ ആരുണ്ട്? സുഗ്രീവനുണ്ട്. ആരെ ഭയന്നിട്ട്? അധർമ്മിയായ ബാലിയെ ഭയന്നിട്ട് സുഗ്രീവൻ താമസിക്കുന്നുണ്ട്. രാമ, നീ പോയി സുഗ്രീവനോട് സഖ്യം ചെയ്യുന്ന പറഞ്ഞു. എന്നാൽ ശബരിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എന്ത്? നീ പോയിട്ട് ആരെ കണ്ടാ മതി? ബാലിയെ കണ്ടാ മതി എന്ന് പറഞ്ഞില്ല. ശബരി മാതാവാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ആര്? ഭക്തോത്തമയാണ്. രാമായണത്തിലെ ഭക്തോത്തമ കഥാപാത്രങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ശബരി മാതാവ്. ആ ശബരി മാതാവിന്റെ ഉപദേശം കേട്ടിട്ടാണ് രാമൻ എന്ത് ചെയ്യുന്നത്? ഈ തെക്കോട്ട് സഞ്ചരിച്ച് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നത്. മാത്രമല്ല, സുഗ്രീവനും രാവണനും തമ്മിൽ, അല്ലെ, എത്രയോ, അല്ലെ, ബാലിയും അതുപോലെ തന്നെ രാവണനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടികളെല്ലാം നമ്മൾ കാണണം, അല്ലെ? നമുക്ക് പരസ്പരം ഇനി യുദ്ധം വേണ്ട. മാത്രമല്ല, നമ്മൾ വായിച്ചു നോക്കണം, ഞാൻ അത് വിശദീകരിച്ചൊന്നും പോകുന്നില്ല. നമുക്ക് നമ്മളിനി യുദ്ധം വേണ്ട. അഥവാ യുദ്ധത്തിൽ, അല്ലെ, രണ്ടുപേർക്ക് ഒരൊറ്റ വീക്ക്നെസ്സേ ഉള്ളൂ. ബാലിയുടെ അന്തഃപുരത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, മുഴുവൻ സ്ത്രീകളാണ്. രാവണന് ഇത് തന്നെ സ്വഭാവം. ലോകത്ത് എന്ത് സുന്ദരമായ വസ്തു കണ്ടാൽ അത് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം. എന്ത് കണ്ടാൽ, അല്ലെ? നമ്മളും അങ്ങനെ തന്നെയാണ്. ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ സുന്ദരമായ പാത്രം നമ്മൾ വാങ്ങും, എന്നിട്ടോ ഷെൽഫിൽ കൊണ്ടുപോകും, അല്ലെ? എന്ത് സുന്ദരമായ വസ്തു കണ്ടാലും അത് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഈ രാവണത്വത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഉള്ളതായ രാവണനുമായിട്ട് ബാലി സന്ധിയിൽ ഏർപ്പെട്ടപ്പോൾ അതിൽ പറഞ്ഞാണ്, നമുക്ക് പരസ്പരം ധാരമാരെ പങ്കുവെക്കാം. എന്നാലോചിച്ച് നോക്കി, എത്ര നികൃഷ്ടമായ അല്ലെങ്കിൽ സംസ്കാര ശൂന്യമായ നടപടിയാണത്. അതായത് എന്റെ ഭാര്യയെ നിനക്കും നിന്റെ ഭാര്യയെ എനിക്കും ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല, കൊടുക്കേണ്ട അടി അന്നേരം തന്നെ. ബാലിയും രാവണനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാ. ധർമ്മിയാണോ അധർമ്മിയാണോ എന്ന് ആലോചിക്കണം. മാത്രമല്ല, സ്വന്തം അനുജനെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത്, ചെറിയൊരു തെറ്റിദ്ധാരണയാണ്, അതൊന്നും തിരുത്താനോ അത് കേൾക്കാനോ അത് മാറ്റുവാനോ ഒന്നും തയ്യാറാവാത്തതായ ബാലി. ആ ബാലിയുമായി ഒരു തരത്തിലും സഖ്യത്തിൽ ഏർപ്പെടാൻ ശ്രീരാമചന്ദ്രൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശക്തിരാത്മദമനെ സംസർഗ മുക്തി ഖലൈഹി. സംസർഗമുക്തി അതുണ്ടായിട്ടുണ്ട്. ആരോട്? ദുഷ്ടന്മാരുമായിട്ട് ഒരു തരത്തിലും സന്ധി സംഭാഷണങ്ങൾക്കോ അതുപോലെ തന്നെ കൂട്ടുകൂടുവാനോ നിൽക്കാത്തതായ ആ ഒരു ശ്രീരാമചന്ദ്രന്റെ ആ സ്വഭാവം. അപ്പൊ ഇത്രയും ഗുണങ്ങൾ, വാഞ്ചാ സജ്ജന സംഗമേ, അല്ലെ? ഇതെല്ലാം ചേർന്നിട്ട് ഒരാൾക്ക് നമ്മൾ 100-100 മാർക്കിടാൻ പറ്റിയാൽ ചേർക്കാൻ പറ്റിയ ആള് ശ്രീരാമചന്ദ്രനാണ്. സജ്ജന സംഗമത്തോട് അതിയായ താല്പര്യം, അന്യന്റെ ഗുണങ്ങൾ കാണുമ്പോൾ പ്രീതി ഉണ്ടാവുക, ഗുരുക്കന്മാരെ നമിക്കുന്ന സ്വഭാവം, വിദ്യ നേടുന്നതിന് അങ്ങേയറ്റം കഷ്ടപ്പെടുവാനുള്ള മാനസികാവസ്ഥ, സ്വന്തം ഭാര്യയിൽ മാത്രം രതി, ലോകം തന്നെ അപവാദം പറയുന്നതിനെ ഭയക്കുക, സ്വാത്വികമായിട്ടുള്ള ആരാധനാക്രമം ജീവിതത്തിൽ കൊണ്ടു നടക്കുക, മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ ശക്തി ഉണ്ടായിരിക്കുക, അല്ലെ? ഞാൻ അധികം പറഞ്ഞിട്ടില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ ശക്തി ശ്രീരാമചന്ദ്രനെ കണ്ട് നമ്മൾ പഠിക്കണം. ഭഗവാനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശൂർപ്പണഖ വന്നു, നടന്നോ? ഇല്ല.
പല രീതിയിൽ പേടിപ്പിച്ചുകൊണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ടും ഭഗവാനെ തന്നോട് അടുപ്പിക്കുവാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അല്ലെ, രാമൻ വനത്തിലേക്ക് പോകണ്ട എന്ന് 99.99% ആൾക്കാരും, കൈകേയി ഒഴികെ ബാക്കി മുഴുവൻ ആൾക്കാരും, ദശരഥൻ പോലും പറയാതെ പറയുന്നുണ്ട്, രാമ നീ വനത്തിലേക്ക് പോകല്ലേ, നീ തന്നെ അയോധ്യയിലെ രാജാവാകണം എന്ന് പറയുമ്പോഴും എല്ലാവരും, വസിഷ്ഠൻ അല്ലെ, അങ്ങനെ എത്ര പേരാ, അയോധ്യയിലെ മുഴുവൻ പൗരന്മാരും അവിടെയുള്ള സാമന്ത രാജാക്കന്മാരും രാമനെ സ്നേഹിക്കുന്ന എല്ലാവരും രാമ നീ വനത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോഴും അനങ്ങിയിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സ്. നമ്മളാണ് ഒന്ന് ഇളകിയിട്ടില്ല. കാരണം ഞാൻ ഒറ്റക്കല്ല, എല്ലാവരും പറഞ്ഞുകൊണ്ടല്ല ഞാൻ പോകാത്ത പറയും. ഞാൻ പോകാൻ വിചാരിച്ചാണ് അല്ലെ, ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്താണ്, ഇറങ്ങാൻ നോക്കുമ്പോ എന്ന് പറഞ്ഞത് ഇവരെല്ലാം പോകണ്ട പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ പോവാ, ഞാൻ പോയിട്ടില്ല എന്ന് പറയും. പക്ഷെ അപ്പോഴും രാമന്റെ മനസ്സൊട്ടും ഇളകിയിട്ടില്ല, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞ സംസർഗമുക്തിർഖലൈഹി, ഈ ഗുണങ്ങളൊക്കെ വസിക്കുന്നതായ ഒരു കഥാപാത്രത്തെ ഒരു പുരുഷനെ നമ്മൾ അന്വേഷിച്ചാൽ ആരിലെത്തുക? ഗുണങ്ങൾ മുഴുവൻ കാണാൻ സാധിക്കുന്നത് ശ്രീരാമചന്ദ്രനിലാണ്. അതുകൊണ്ട് രാമായണം പഠിക്കുന്ന ആൾക്കാർ എത്ര തരത്തിൽ രാമനെ വിമർശിക്കാൻ നോക്കിയാലും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വിമർശിക്കാൻ നോക്കിയാലും, ഈ ഗുണങ്ങളിന് മുകളിൽ എത്താൻ പറ്റിയ മറ്റൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് ചേർത്ത് നിർത്താൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ഹനുമാനേ ഉള്ളൂ. മനസ്സിലായില്ലേ? സോ യോഷിതി രതി എന്നുള്ളത് മാറ്റിവെച്ചാൽ, സ്വന്തം ഭാര്യയിൽ മാത്രമേ രതി പാടുള്ളൂ എന്നുള്ള ഒന്ന് മാത്രം മാറ്റിവെച്ചാൽ, കാരണം നൈഷ്ഠിക ബ്രഹ്മചര്യാണ് ഹനുമാൻ സ്വാമി, ഇത് മാറ്റിവെച്ചാൽ ബാക്കി മുഴുവൻ ഹനുമാൻ സ്വാമിക്കും, ഭക്തോത്തമനായ ഹനുമാൻ സ്വാമിക്കും ഈ വിശേഷണങ്ങളെല്ലാം യോജിക്കും. അല്ലെ, വാഞ്ചാ സജ്ജന സംഗമേ, സജ്ജന സംഗമത്തോട് അതിയായ താല്പര്യം. അല്ലെ, അച്ഛൻ സുഗ്രീവൻ പറഞ്ഞതുകൊണ്ടാണ്, അച്ഛൻ സൂര്യഭഗവാൻ പറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൂര്യഭഗവാനോട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗുരുദക്ഷിണ സൂര്യഭഗവാനിൽ നിന്നാണ് ഈ വിദ്യകൾ മുഴുവൻ പഠിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനായ സുഗ്രീവനെ അദ്ദേഹം ചേർത്ത് നിർത്തി ജീവിതത്തിൽ അവസാനം വരെ. ഭാര്യയോട് കൂട്ടുകൂടിയോ? ഇല്ല. സജ്ജന സംഗമത്തോട് അതിയായ താല്പര്യമുള്ള ആളാണ് ഹനുമാൻ. പരഗുണേ പ്രീതിഹി, ഇതേ പരഗുണത്തിൽ പ്രീതി കാണിക്കുന്നുണ്ട്. യുദ്ധക്കളത്തില് രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ഹനുമാന്റെ ഒരു അടിയേറ്റിട്ടുണ്ടല്ലോ, രാവണൻ തെറിച്ചു പോകുന്നുണ്ട്. ഇതേ രാവണൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഹനുമാൻ അത്ഭുതപ്പെട്ടിട്ട് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? ഹനുമാനൊക്കെ യുദ്ധോത്സവ പ്രിയൻ എന്നാണ് വിളിക്കുന്നത് രാമായണത്തിൽ. യുദ്ധോത്സവ പ്രിയൻ അല്ലെ. എന്താണ്? ഹനുമാന് യുദ്ധം വന്നാലേ ആഘോഷങ്ങളുള്ളൂ അല്ലെ. നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞാല് തൃച്ചംബരത്ത് അവിടെ നടക്കുന്ന ഉത്സവങ്ങളാണ്. പക്ഷെ ഹനുമാൻ അങ്ങല്ല. എന്താണ്? യുദ്ധം വരണം, എന്നാൽ മാത്രമേ ആൾ ഉണരുള്ളൂ. അപ്പോ രാവണനെ അടിച്ചിട്ട സമയത്ത് രാവണനെ എഴുന്നേറ്റ് വരുവോ? അത്ഭുതത്തോടെ, എന്റെ അടി കിട്ടിയിട്ട് രണ്ടാമത് എഴുന്നേറ്റ് വരുന്ന വ്യക്തി നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. മനസ്സിലായില്ലേ? അല്ലാതെ ഒരാൾ ഇന്നവരെ എഴുന്നേറ്റിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ. എന്നിട്ട് അഭിനന്ദിക്കുന്നുണ്ട്, വെരി ഗുഡ്, നമുക്ക് ഒന്നുകൂടെ പൊരുതാം. അതാ പറയും പരഗുണേ പ്രീതിഹി. രാമന്റെ ഗുണങ്ങൾ ഓരോന്ന് കാണുമ്പോൾ സന്തോഷം ഇങ്ങനെ ഉണ്ടാവുകയാണ്. സ്വാമിയുടെ ഗുണങ്ങൾ ഓരോന്ന് ഇങ്ങനെ കാണുമ്പോൾ അത്യധികമായ സന്തോഷത്തിൽ ആറാടുന്ന ഹനുമാനെ നമുക്ക് കാണാൻ പറ്റും രാമായണത്തിൽ. പരഗുണേ പ്രീതി, ഗുരവ് നമ്രത, ഗുരുവിനെ നമിക്കുന്ന സ്വഭാവം അല്ലെ. സൂര്യഭഗവാന്റെ അടുത്തു നിന്നാണ് സർവശാസ്ത്ര വിദ്യകളും പഠിച്ച് ഒടുവിൽ ആ സൂര്യഭഗവാൻ ദക്ഷിണയായിട്ട് തന്റെ പുത്രനായ സുഗ്രീവനെ സേവിക്കണമെന്ന് പറഞ്ഞപ്പോൾ റെഡി അല്ലെ. നമ്മളാണ് ചോദിക്കുക എത്ര ദിവസം വേണം അല്ലെ, ലേശം തിരക്കാണ്, 10 ദിവസം വേണം നോക്കല്ല, ജീവിതകാലം മുഴുവനെങ്കിൽ മുഴുവൻ. അതാണ് ഗുരുവിനോടുള്ള കടപ്പാട് എന്ന് പറയുന്നത്. തന്നെ പോയി ഗുരവ് നമ്രത, വിദ്യായാം വ്യസനം അല്ലെ. കഷ്ടപ്പെട്ട വിദ്യ നേടിയ സൂര്യൻ സഞ്ചരിക്കുന്നതിന് തുല്യമായി പുറകോട്ട് തിരശ്ചീനമായി അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടാണ്. അതാണ് AC റൂമിൽ ഇരുന്നുകൊണ്ട് കാലും കയറ്റി വെച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എഴുതിയെടുക്കുമല്ലേ. ഇത് നല്ല പ്രയാസപ്പെട്ടാണ് ഹനുമാൻ വിദ്യകൾ മുഴുവൻ സൂര്യനിൽ നിന്നും ആർജിക്കുന്നത്. സോ യോഷിദ്രതി അതവിടെ മാറ്റി വെക്കട്ടെ. ലോകാപവാതാദ്ഭയം, ലോകം അപവാദം പറയുന്നതിനെ ഭയക്കുന്നുണ്ട് ഹനുമാൻ അല്ലെ. സീതാന്വേഷണത്തിന് വേണ്ടി ലങ്കയിൽ പോയി മുക്കിലും മൂലയിലും പല സ്ഥലങ്ങളിലും സീതയെ അന്വേഷിക്കുന്ന ഒരു ഹനുമാനുണ്ട്. എവിടെയൊക്കെ അന്വേഷിക്കുന്ന അറിയോ? എല്ലായിടത്തും അന്വേഷിക്കും. എവിടെയൊക്കെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല, എല്ലായിടത്തും അന്വേഷിക്കും. ഒടുവിൽ രാക്ഷസ സ്ത്രീകൾ രാത്രിയിൽ ശയിക്കുന്ന അവരുടെ അന്തഃപുരങ്ങളിൽ മുഴുവൻ പോയി അന്വേഷിക്കും. ഒരു നിത്യബ്രഹ്മചാരി കാണാൻ പാടില്ലാത്ത പലതും ഹനുമാൻ കണ്ടു. എന്നിട്ട് ഹനുമാൻ ലാസ്റ്റ് താഴെ വന്നിട്ട് പറയുന്നുണ്ട്, ഭഗവാനെ എന്തൊരു പാപമാണ് ഞാൻ ചെയ്തത്, ഞാൻ ഒരു ബ്രഹ്മചാരിയല്ലേ,
നിത്യബ്രഹ്മചാരിയായിട്ടുള്ള ഞാൻ ജീവിതത്തിൽ അങ്ങേയറ്റം ചില നിഷ്ഠകൾ കൊണ്ടു നടക്കേണ്ട ആളല്ലേ, പക്ഷേ കാണാൻ പാടില്ലാത്ത പലതും ഞാൻ കണ്ടല്ലോ. ഹനുമാൻ തന്നെ അതിന് മറുപടി വരും. എന്താ അറിയോ? ശുഭാശുഭാവസ്ഥാസു തച്ഛമേ സുവ്യവസ്ഥിതം മനോഹി ഹേതു സർവേഷാം ഇന്ദ്രിയാണാം പ്രവർത്തനേ ശുഭാശുഭാവസ്ഥാസു തച്ഛമേ സുവ്യവസ്ഥിതം. ഹനുമാൻ സ്വയം കണ്ടെത്തുന്ന മറുപടി അത്. എന്താണ്? മനയേവ മനുഷ്യാണ്, അല്ലെ? മനസ്സാണ് മനുഷ്യനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അല്ലാതെ കണ്ടു എന്നുള്ള ശരിയാണ്. ഇതൊക്കെ ഞാൻ സീതാമാതാവിനെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ശുഭം കാണുമ്പോഴും അശുഭം കാണുമ്പോഴും എൻ്റെ മനസ്സ് ഒട്ടും ഇളകിയിട്ടില്ല. അതാണ് ഹനുമാൻ പറയുന്നത്. അങ്ങനെ പല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിനെ ഒട്ടും സ്പർശിച്ചിട്ടില്ല. അങ്ങനെ അന്വേഷിച്ച് ഹനുമാൻ എന്തായെന്നറിയോ? വീണ്ടും അന്വേഷിച്ച് കണ്ടെത്താതെ ഹനുമാന്റെ ഉള്ളിലേക്ക്, നമ്മൾ രാമായണം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പം സീതയെ കാണാതെ തിരിച്ച് സുഗ്രീവന്റെ അടുത്തേക്ക് പോയാൽ കാഗതിഹി തത്ര, എൻ്റെ അവസ്ഥ എന്താവും? എല്ലാവരും എന്നെ പരിഹസിക്കൂലേ? എല്ലാവരും വലിയ പ്രതീക്ഷയോടെയല്ലേ എന്നെ ഇങ്ങോട്ട് വിട്ടത്? ഒടുവിൽ ഹനുമാന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനം എടുക്കുന്നുണ്ട്. ഹനുമാൻ രാമായണം വായിച്ചു നോക്കാം. രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിൽ വാൽമീകി കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ മരിക്കണം എന്ന് ഹനുമാൻ ആലോചിക്കണം. വെള്ളത്തിൽ ചാടി മരിക്കണം, അല്ലെ? അത്ര ഡിപ്രഷൻ അടിച്ചു പോയി ആള്. നമ്മളെ കാര്യം, മനുഷ്യർ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. ഇതാര്? സകല ശാസ്ത്രങ്ങളും പഠിച്ച ഒരു രാമഭക്തന്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിന് പോലും മനസ്സിൽ ഒരു ഘട്ടത്തിൽ ഡിപ്രഷൻ അടിച്ച് ജീവിതം മുമ്പോട്ടില്ല, ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഹനുമാൻ, അല്ലെ? അവിടെയും ഹനുമാൻ ആരെ സ്മരിച്ചു? വായുദേവനെ സ്മരിച്ചു എന്ന് പറയും, പിതാവിനെ, അല്ലെ? അപ്പോൾ ജീവിതത്തില് പലപ്പോഴും ആത്മഹത്യ ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നാൽ ആദ്യം ആരെ സ്മരിക്കണം? സ്വന്തം വീട്ടുകാരെ ഒന്ന് ആലോചിച്ചാൽ മതി, അല്ലെ? അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഇവരെ ആലോചിച്ചാൽ മതി. വേറൊന്നുമില്ല. ആലോചിക്കുമ്പോ നമുക്ക് നമ്മുടെ ജീവിതം അങ്ങ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ എത്രയോ കാലം ആ അച്ഛൻ, അമ്മ, ജീവിതം തന്ന അച്ഛനും അമ്മയും ഈ പുത്രനെ, പുത്രിയെ ആലോചിച്ചുകൊണ്ട് എന്ത് വേണ്ടിവരും? ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചിരിക്കേണ്ട. ഒരു ദിവസം അവർക്ക് ഉറങ്ങാൻ സാധിക്കൂല. പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല പറ്റും. കാരണം ഈ ഒരു ദുഃഖം അവരലട്ടിക്കൊണ്ടേയിരിക്കും. വലിയ പ്രയാസം. ഇന്ന് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ, പത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ? ഇന്ന് മിനിഞ്ഞാന്നതാ കാസർഗോഡ് ഭാഗത്തൊരു 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തിട്ട്. ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ പട്ടിക നമ്മളൊന്ന് എടുത്തു നോക്കിയാല്, കുട്ടികളുടെ എന്നല്ല, സമുദായത്തിന്റെ പട്ടിക എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരായാലും ഹിന്ദുക്കളാണ്, ഒരു സംശയമില്ല. വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ നമ്മൾ 33-3 നമ്മൾ ആർക്കും നമ്മൾ വിട്ടുകൊടുക്കില്ല ഒരു കണക്കും. വിവാഹമോചനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യം ആയിക്കോട്ടെ, അല്ലെ, മദ്യപാനത്തിലായിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ മുമ്പിലാണ്. നമ്മുടെ സ്ഥാനം, നമ്മുടെ സമുദായം ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. അത്ര മുമ്പിലാണ് നമ്മൾ എല്ലാ കാര്യത്തിലും. മറ്റു മതസ്ഥര് അവർക്ക് ആവശ്യമായ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ വളരണം. ഞാൻ നമ്മളെ താഴ്ത്താൻ പറഞ്ഞല്ല. ഒരുപാട് ഹൈന്ദവ സമാജം ഉണർന്നിരിക്കുന്ന ഒരു സമയമാണിത്. ഭാരതം മുഴുവൻ ഉണർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായി. സനാതന ധർമ്മത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന്റെ അടികൾ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ആകുന്നുണ്ടോ എന്നൊരു സംശയമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് വൈചാരികമായ വളർച്ചയാണ്. വിചാരം ഉണ്ടാവണം. നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കണം, ജീവിത മൂല്യങ്ങൾ എടുക്കേണ്ടത് എടുക്കണം, കളയേണ്ടതിനെ കളയണം, അല്ലെ? നിരക്ഷീര വിവേകമാണ് ഇവിടെ വേണ്ടത്. നിരക്ഷീര വിവേകേത്വ ഹംസവത് ഭുവി സർവത സദസത് വസ്തുബോധേത്വം നിപുണസ്യ സുഖീഭവ. ഇങ്ങനെ ആയിരിക്കണം ഒരു സനാതന ധർമ്മി. നിരക്ഷീര വിവേകം. കാണുന്നൊക്കെ വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം ഒക്കെ വേണം. പക്ഷെ നല്ലത് എടുക്കണം, മോശം കളയണം എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോഴാണ് നമ്മുടെ സമാജം വളരുക. നമ്മുടെ സമാജത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംഘങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അത് വീണ്ടും വീണ്ടും ഉത്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ 70 ദിവസം എന്നുള്ളത് 365 ദിവസവും നമുക്ക് സ്വപ്നം കാണാൻ പറ്റണം. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. 365 ദിവസവും സത്സംഗം നടക്കുന്ന ഒരു സ്ഥലം ചാമുണ്ടിക്കോട്ടം. നമുക്ക് പറയാൻ, അല്ലെ, ആർക്കെങ്കിലും തോന്നി ഇന്നൊരു പ്രഭാഷണം കേൾക്കണം, എവിടെയില്ല, എന്നപ്പോൾ ചാമുണ്ടിക്കോട്ടത്തേക്ക് പോയേക്കാം. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല കേൾക്കാൻ. അങ്ങനെ ഉണ്ടല്ലോ. ആദ്യമായിട്ട് പ്രഭാഷണം പറയാൻ പോയ സമയത്ത് 3 പേരാ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. 3 ആൾക്കാർ. വളരെ വിഷമമായിപ്പോയി എനിക്ക്.
വളരെ കേമമായിട്ട് ഭഗവത്ഗീത വിഷയം കൊടുത്ത് പഠിച്ചു പോയി 3 ആൾക്കാരുടെ മുമ്പ് ഞാൻ ഇത് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ എൻ്റെ പഠിപ്പിച്ച ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥ ആകെ 3 പേരേ ഉള്ളൂ, എന്താ ചെയ്യാം? 3 പേരുണ്ടായിരുന്നോ? അതെ 3 പേര്. അത്ഭുതമല്ലേ? കൃഷ്ണ ഉപദേശിച്ച സമയത്ത് ഒരാളെ ഉണ്ടായിട്ടോടാ എന്നോട്. ആര്? അർജുനൻ മാത്രം അല്ലേ? കൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഒരാളെ ഉണ്ടായിട്ടുണ്ട്, നിനക്ക് 3 ആളെ കിട്ടിയോ, നീ ഭാഗ്യവാനാന്നാ പറയുന്നത്. മനസ്സിലായി? അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ക്വാളിറ്റി ആണ് വലുത്, ക്വാണ്ടിറ്റി അല്ല. മൈതാന പ്രസംഗം നടത്തുന്നതിനെക്കാട്ടും നമുക്ക് ഇഷ്ടം കേൾക്കാൻ, ആ വിഷയം അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് അവതരിപ്പിക്കുന്നവർക്കും അല്ലേ കേൾക്കുന്നവർക്കും ആ ഒരു സുഖം അനുഭവപ്പെടുക. അപ്പൊ 365 ദിവസവും സത്സംഗം നടക്കുന്ന ഒരു വലിയ ഒരു നൈമിഷാരണ്യത്തിൽ അങ്ങനെയാണ്, എല്ലാ ദിവസവും സത്സംഗം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരു കേന്ദ്രമായിട്ട് ഭാവിയിൽ വളരുന്നതൊക്കെ നമ്മുടെ അല്ലെ സ്വപ്നം കാണുമ്പോഴാണ് നടക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, സ്വപ്നം കാണുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. അങ്ങനെയുണ്ട് ചില സംഭവങ്ങൾ അങ്ങനെയാണല്ലോ. കല്യാണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ഈ ചിന്തകൾക്ക് അത്ര അധികം നമ്മളെ സ്വാധീനിക്കാൻ കഴിവുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി മനസ്സങ്ങ് ഉറപ്പിച്ചാൽ നടക്കും. ചില കല്യാണങ്ങൾ തീരുമാനിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരൊറ്റ മാസേ ഉണ്ടാവുള്ളൂ. പൈസ നമ്മൾ എവിടുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടാവില്ല, സ്വർണ്ണം ഉണ്ടാവില്ല, ഓഡിറ്റോറിയം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിശ്ചയിച്ച കല്യാണം പെണ്ണും ചെക്കനും ഒളിച്ചോടിയിട്ടില്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നടന്നിട്ടുണ്ടാവും. ഉറപ്പ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, അത്രേ ഗ്യാരണ്ടി ഉള്ളൂ ഈ കാര്യത്തിൽ. അല്ലാണ്ട് ഒരുക്കങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ സമയത്ത് അത് നടന്നിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, സമൂഹത്തിൽ എങ്ങനെയത് നടക്കുക? എന്തും കണ്ടിട്ടാണോ? അല്ല, ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. എന്തുകൊണ്ടാ എന്ന് ചോദിച്ചാൽ, കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ആദിയായി എപ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ആൾക്കാർ വരുന്നതും ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നതും ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും ഇങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സ് പോവുക. ചിന്ത ഈ ചിന്തകൾ എന്താവും? നമ്മളെ വല്ലാതെ സ്വാധീനിക്കും അല്ലേ? അതിതീവ്രമായ ആഗ്രഹമാണ് എൻ്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണം ആ ഡേറ്റിൽ, ആ സമയത്ത്, ഇന്ന സമയത്ത് 2000-3000 ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നടക്കണം എന്നുള്ള അതിതീവ്രമായ ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ. ആ അതിതീവ്രമായ ആഗ്രഹം ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പ്രകൃതി ശക്തികൾ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ നിൽക്കും. ഇത് ഏത് കാര്യത്തിൽ ഈ ഒരു അതിതീവ്രമായ ആഗ്രഹമാണ്, എന്നാലേ നടക്കുള്ളൂ. അല്ലാണ്ട് നടന്നു ഇല്ലെങ്കിൽ എനിക്ക് ആഗ്രഹം ഉണ്ടാതല്ല. അത് ആധ്യാത്മിക ജീവിതത്തിലായാലും നേടിയെടുക്കും എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ അതിനെ സാക്ഷാത്കരിക്കും, ഈ ജന്മത്തിൽ ഇവിടെ വെച്ച് ഇപ്പോൾ ഞാൻ സാക്ഷാത്കരിക്കും. അല്ലാണ്ട് മരണശേഷം എവിടുന്നോ കിട്ടേണ്ട ഒന്നല്ല മുക്തി. ഇപ്പോൾ ഈ ജീവിതത്തിൽ ഇത്രയധികം പുണ്യഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ദേവതാസങ്കല്പങ്ങളും ഉള്ളതായ എനിക്ക് ശാന്തിയും സമാധാനവും ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ശരീരത്തിൽ, പ്രാരബ്ധം അവസാനിച്ച് ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ നേടിയെടുക്കുന്നുള്ള ഉറച്ച തീരുമാനവും ഉപാസന ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ പ്രകൃതി ശക്തി മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും, അത് നേടിയെടുത്ത് തരാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ള കല്യാണത്തിന്റെ ഉദാഹരണം ഞാൻ അതുകൊണ്ട് പറഞ്ഞ അതാണ്. തീരുമാനിച്ച അങ്ങ് നടന്നിട്ടുണ്ടാവും. അപ്പൊ അത്രയും ചിന്തകൾക്ക് അതിയായ രീതിയിൽ മനുഷ്യനെ, അത് നല്ലത് കാര്യമായാലും മോശമായാലും ശരി, എല്ലാവരും അത്രയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ചിന്തകൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതേ ഗുണങ്ങൾ നമുക്ക് നോക്കിയാൽ ഹനുമാൻ സ്വാമി ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ ഒന്ന് ഈ ശരീരം അവസാനിപ്പിക്കുക? കാരണം സീതയെ കാണാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ സമുദ്ര തീരത്ത് എത്രയോ ആൾക്കാർ, എത്രയാ അല്ലേ, വാനരന്മാർ മുഴുവൻ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് സുഗ്രീവൻ ഓരോ ലക്ഷം വാനരന്മാരെ എല്ലാ ദിക്കിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ തെക്കോട്ട് പോയ വാനരന്മാർ, ഓരോ ലക്ഷം വാനരന്മാരിൽ ഒരാളാണ് ഹനുമാൻ. 9999 പേര്, 99,999 പേര് ഹനുമാനെയും കാത്തുകൊണ്ട് താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ തെക്കോട്ട് നോക്കി ഇരിക്കുക. ആ സമയത്ത് കാണാതെ പോയി കഴിഞ്ഞാൽ അല്ലേ, ഇനി എന്താ ഗതി എന്താവും എന്ന് ആലോചിച്ച് ഹനുമാൻ സ്വാമി ജീവിതം അവസാനിക്കാൻ നോക്കിയപ്പോൾ ഉടനെ അദ്ദേഹത്തിന് തോന്നി, ഒന്ന് പിതാവിനെ സ്മരിച്ചു കളയാം അല്ലേ. വായു ഭഗവാനെ അദ്ദേഹം ഒന്ന് മനസ്സിരുത്തി വിളിക്കുകയാണ്. അപ്പോൾ ആ വായു ഭഗവാൻ എന്താണ്, ഇങ്ങനെ തലോടി അശോകവനികയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് രാമായണത്തിൽ. നോക്കൂ, വഴി അന്നേരം തെളിഞ്ഞു. അത് കൃത്യമായിട്ട് എഴുത്തച്ഛൻ പറയും. ഹനുമാനെ ഇങ്ങനെ തലോടിക്കൊണ്ട് പോവുകയാണ്, മോനെ മുമ്പോട്ട് നടക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ സ്വന്തം പിതാവ് ഇങ്ങനെ നയിക്കുകയാണ് മുമ്പോട്ട് കൊണ്ടുപോയിട്ട്. നോക്കി എത്ര മനോഹരമായിട്ടാണ് ഒരു ആലങ്കാരിക ഭാവം. അപ്പൊ ജീവിതത്തില്
ജീവിതം അവസാനിപ്പിക്കണമെന്നും ഇനിയൊരു വഴിയുമില്ല എന്ന് കാണുന്ന സമയത്ത് ഒന്ന് അറിഞ്ഞ് നമ്മുടെ പൂർവികരെ വിളിച്ചു നോക്കി, അവർ ഉപാസിച്ച ഈശ്വരന്മാരെ ഒന്ന് വിളിച്ചു നോക്കി, നമ്മളിങ്ങനെ കൊണ്ടുപോകും. തലോടി 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 ജീവിതത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ചിത്രം കാണും. അങ്ങനെയാണ് ഹനുമാൻ ആദ്യമായി ശിംശവ വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുന്നതായ ദേവിയെ കാണുന്നത്. അപ്പം രാമായണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണ ഗ്രന്ഥമല്ല. നമ്മൾ വേറെ ഒന്നും ഉപാസിക്കേണ്ട. ഒരു വർഷം അറിഞ്ഞുപാസിച്ചു കഴിഞ്ഞാൽ, അടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും, വളരെ ശക്തമായിട്ട്. അതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം മതി നമുക്ക് ഏത് സാഹചര്യങ്ങളെയും അതിജീവിച്ച് ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഏതായാലും നമുക്ക് പ്രസ്തുത സന്ദർഭത്തിലേക്ക് വന്നാൽ, അങ്ങനെ അഭിഷേകം മുടങ്ങിയ ശ്രീരാമചന്ദ്രൻ വനത്തിൽ പോയി സീതാദേവിയെ നഷ്ടപ്പെട്ടതിന് ശേഷം അന്വേഷിക്കാൻ കഥയിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പോവാണ്. അങ്ങനെ വീണ്ടും സീതയെ കണ്ടെത്തുവാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിൽ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ഹനുമാൻ സ്വാമിയോട് ഒപ്പം ചേർന്ന് ഹനുമാൻ സ്വാമിയുടെ ആ സത്യത്തിൽ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽ ഭഗവാന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെ? വലിയ വലിയ മാറ്റങ്ങൾ ഹനുമാൻ സ്വാമിയുമായി ചേർന്നതിൽ പിന്നെയാണ്. ഹനുമാൻ സ്വാമിയുടെ യാത്ര എന്ന് പറഞ്ഞാൽ സത്യത്തില് മനുഷ്യ ജീവിതമാണ്. ബ്രഹ്മചര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണോ ഒരു സാധകൻ ബ്രഹ്മവിദ്യ തേടി പോകുന്നത്, അപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സകലമാന പ്രശ്നങ്ങളും അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മവിദ്യ തേടി പോകുന്ന ഒരുവൻ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും നോക്കുക. ആദ്യം തന്നെ തൻ്റെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെ? ഹനുമാൻ പിന്നെ അന്വേഷിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്. നമ്മളാണ് എങ്ങനെ പോവാ? ഞാൻ ലങ്കയിലേക്കാ പോകുന്നത്, ഒന്ന് നോക്കാം, കണ്ടാൽ കണ്ടു, ഇല്ലെങ്കിൽ ഇല്ല, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാ പോവാ. പക്ഷെ ഇവിടെ എങ്ങനെയാ ഹനുമാന്റെ യാത്ര? അജതനയ തനയ ശരസമധിക സാഹസാൽ അദ്ദൈവ പശ്യാമി രാമപത്നീമഹം. നോക്കി, അദ്ദൈവ പശ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ കാണുന്നു. പോയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പാണ് പറയുന്നത് എന്ത്? പോകുന്നതിന് മുമ്പ് സീതയെ കണ്ടു. ഈ ലക്ഷ്യം എന്ന് പറഞ്ഞ ഇതാണ്. ജീവിതത്തില് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ എപ്പോഴത് കറക്റ്റ് എത്തും, അല്ലെ? ചില കുട്ടികളോട് നമ്മൾ ചോദിക്കും ജീവിതത്തിൽ എന്താവാൻ ആഗ്രഹം, അവർ പറയും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെ, പ്രൊഫസർ ആവണം. ഏത് കൊല്ലാവാൻ പറ്റുന്ന ചോദിച്ചു നോക്കി. അയ്യോ, അതിപ്പോ എന്നാ പറയാ, പലർക്കും പറയാൻ പറ്റില്ല. ഏത് കൊല്ലം നീ ഡോക്ടർ ആവും മോനെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല, അല്ലെ? പക്ഷേ യഥാർത്ഥ ലക്ഷ്യബോധമുള്ളവരോ പറയും, കൃത്യമായി പറയും. അതാണ്, ഞാൻ 2 വർഷം +2, അതിനുശേഷം ഞാൻ എൻട്രൻസ്, അതിനുശേഷം ഇത്ര വർഷം മെഡിക്കൽ പഠനം, അതിനുശേഷം ഞാൻ ഇന്നേ വർഷം ഡോക്ടറേറ്റ് ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയും. ഇതാണ് ലക്ഷ്യം. അല്ലാണ്ട് ഞാൻ പഠിച്ചു നോക്കാം, ആയാലായി, ഇല്ലെങ്കിലില്ല. ഇത് കെട്ടുപൊട്ടിയ വട്ടം പോലെ, കിട്ടിയാ കിട്ടി, KKPP എന്ന് പറയല്ലോ, കിട്ടിയാ കിട്ടി, പോയാ പോയി. അതല്ല ലക്ഷ്യബോധം എന്ന് പറഞ്ഞ ഇതാണ്. അവിടെ പോകുമ്പോൾ തന്നെ കണ്ടു എന്ന് പറഞ്ഞ അച്ച തനയ തനയ ശരസമം അധിക സാഹസാൽ. നോക്കി, ആ പോക്ക് തന്നെ എങ്ങനെയാ? അജന്റെ തനയൻ, അല്ലെ? ദശരഥന്റെ തനയൻ. അതാരാ? ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രന്റെ അസ്ത്രം പോലെയാണ് ജീവിതത്തിൽ എന്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ തൊടുത്തോ കൊണ്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. അല്ലാതെ ലക്ഷ്യം ഭേദിക്കാത്തൊരു അസ്ത്രം ഇല്ല ശ്രീരാമചന്ദ്രൻ. അത് അയച്ചാൽ കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പോയോ നേടിയിരിക്കും. അത്ര ഉറപ്പാണ് ഹനുമാൻ സ്വാമിക്ക്. നേരെ മാത്രല്ല, ഭഗവാൻ അയക്കുന്ന അസ്ത്രം ഇങ്ങനെ വളഞ്ഞു വളഞ്ഞൊന്നും പോകുന്നില്ല, നേരെയാണ് യാത്ര ജീവിതത്തിൽ. അതായത് ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള മാർഗത്തിലൂടെ ഞാൻ നേടിയെടുക്കില്ല, നേരെ പോകും, ഞാൻ നേടിയെടുക്കുന്ന സീതയെ കാണും. അത്ര ഉറപ്പാണ് ഹനുമാൻ സ്വാമിയുടെ വാക്കുകൾക്ക്, അല്ലെ? അങ്ങനെ പോകുമ്പോഴാണ്, അങ്ങനെ ദേവകാര്യത്തിന് പോകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളും, അല്ലെ? ദേവകാര്യം സാധനയിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് പല പ്രശ്നങ്ങളാണ്. ഒന്ന്, ഏറ്റവും ആദ്യം ബാധിക്കുന്ന കാര്യമാണ് നിദ്ര, അല്ലെ? നമ്മൾ ജപിക്കാൻ 10 മിനിറ്റ് ഇരുന്ന് നോക്കി ഉറങ്ങി പോകും. നിദ്രയെ ജയിക്കണ വലിയ പണിയാ. 10 മിനിറ്റ് ജപിക്കാൻ നോക്കി ആദ്യം നമുക്ക് വരുന്ന ശത്രുവാണ് ആര്? ആലസ്യം, നിദ്ര. ഇതിനെ ജയിച്ച ആളായ കൊണ്ടാണ് അർജുനനെ നമ്മൾ എന്ത് വിളിച്ചത്? ഗുഡാകേശൻ, അല്ലെ? ഗുഡാക എന്ന് പറഞ്ഞ നിദ്ര എന്നർത്ഥം. ഗുഡാകയുടെ ഈശൻ, ഗുഡാകേശൻ, അല്ലെ? നിദ്രയെ ജയിച്ച ആളാണ് അർജുനൻ, അല്ലെ? എങ്ങനെയാണ് നിദ്രയെ ജയിച്ചത്? ഗുഡാകേശൻ ശരണം പ്രാപിച്ച ആരാണ്? ഋഷികേശനെയാണ്. ആരാ ഋഷികേശൻ? ഭഗവാൻ.
ഋഷീകങ്ങളുടെ നാഥൻ. ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുവാൻ കാരണം ആ ഭഗവാന്റെ ചൈതന്യം ഉള്ളിൽ ഇരിക്കുന്നുണ്ടാ. അങ്ങനെ ഗുഡാകേശൻ അർജുനൻ ഗുഡാകേശനായി. അർജുനൻ ആദ്യം ജീവിതത്തിൽ എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജയിച്ചത് നിദ്രയാണ്, അല്ലേ? മഹാഭാരതത്തിൽ അതിമനോഹരമായൊരു കഥയുണ്ട്. നമ്മുടെ വിഷയം മഹാഭാരതം അല്ലെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരിക്കൽ ദ്രോണാചാര്യർ അതിവിശിഷ്ടമായിട്ടുള്ള അസ്ത്രവിദ്യകൾ തന്റെ ശിഷ്യന്മാർക്ക് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു. അന്ന് പഠിപ്പിച്ച വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ദശരഥന് കിട്ടിയ ഒരു വിദ്യയാണ് ശബ്ദവേദി ബാണം, അല്ലെ? ശബ്ദം കെട്ട സ്ഥലത്തേക്ക് അസ്ത്രമയച്ചു കൊള്ളിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ കൃത്യമായിട്ട് ദ്രോണാചാര്യരുടെ ക്ലാസ് കിട്ടി. അങ്ങനെ പഠനം അവസാനിപ്പിച്ചു. രാത്രിയാണ്, എല്ലാവരും സന്ധ്യയായി, എല്ലാവരും പോയിട്ട് വിശ്രമിച്ചോളാൻ പറഞ്ഞു, അല്ലെ? നമ്മളാണ് ജയഹേ എന്ന് നിൽക്കുമ്പോൾ തന്നെ ഓൺ യുവർ മാർക്ക് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരിൽ നിൽക്കുന്നു. മൂന്നാമത്തെ ജയഹേക്ക് എല്ലാവരും ഓടി, അല്ലെ? ഭീമനും ഓടി, എല്ലാവരും ഓടി. ദ്രോണാചാര്യർ കുറെ കഴിഞ്ഞിട്ട് ഒരു 9:30-10 മണിയായി രാത്രിയുടെ ഒരു യാമം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോണ്ട് ഞാനൊലിക്കുന്നു, ഇങ്ങനെ വലിക്കുന്ന ഒച്ച, ഇങ്ങനെ വലിച്ചു വിടുന്ന ഒച്ച. ദ്രോണർ ഇതാരാടാ ഇത്? പതുക്കെ പോയി നോക്കുമ്പോൾ ഇരുട്ടത്തൊരാൾ അഭ്യാസം നടത്തുന്നുണ്ട്. ആരാ അറിയോ? അർജുനൻ. ഇരുട്ടത്ത് നിന്നിട്ട് ഉടനെ ദ്രോണരെ ചോദിക്കുന്നുണ്ട്, അല്ല അർജുന, നിനക്ക് ഉറക്കൊന്നുമില്ലേ? അന്നേരം പറഞ്ഞ്, ഗുരു, അങ്ങ് ഇന്നൊരു വിദ്യ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ അറിയോ? ശബ്ദവേദി ബാണം. അത് ഇന്ന് തന്നെ ഉറച്ചില്ലേ പിന്നെ എന്താ അത് പിന്നെ കിട്ടും തോന്നില്ല. ആലോചിച്ച് നോക്കി, അല്ലെ? ദുര്യോധനൻ കൂർക്കം വലിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് അപ്പുറത്ത്, ദുശാസനൻ എല്ലാവരും. അപ്പോഴാണ് ഒരാൾ ഇരുട്ടത്ത് നിന്നിട്ട് അത് സ്വായത്തമാക്കാനുള്ള ആ ഒരു പരിശീലനം. മഹാഭാരതത്തിലുള്ള ഒരു കഥയാണ്. കാരണം ഇങ്ങനെ ചെയ്യണം എന്ത് വേണം? ഗുഡാകേശനാവണം. അർജുനന് ക്ഷീണമില്ലായിട്ടല്ല, ഉറക്കമില്ലായിട്ടല്ല. എന്തേ? അർജുനന് ഉറക്കം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്ത്? ആലസ്യത്തെ ജയിച്ചാൽ മാത്രമേ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട കാര്യം അതാണ്, ഉറക്കം, അല്ലെ? ഒരു പരിധി വിട്ടിട്ടുള്ള ഉറക്കം, അത് വേണ്ടാന്ന് വെച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഓരോ മഹാഭാരതത്തിൽ അർജുനനെ വിശേഷിപ്പിക്കുന്ന ഓരോ പേരുകൾ അദ്ദേഹത്തിന്റെ, അല്ലെ? വിജയൻ, പാർത്ഥൻ, അല്ലെ? അതാണ് ഒരു പേരാണ് ഞാൻ പറഞ്ഞത്, ഗുഡാകേശൻ, ഗുഡാകയുടെ ഈശൻ, ഉറക്കത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തെ ജയിച്ചവൻ. അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് രാമായണത്തിലെ ലക്ഷ്മണൻ. ഉറക്കം കുറവാ ഇയാൾക്ക്. അത്ര തീവ്ര സാധനയിൽ ഏർപ്പെട്ടുകൊണ്ട് വളരെ ആഴത്തില് ഇങ്ങനെ മുഴുകിയ ഒരു ജീവിതമാണ് ഇവരുടേതൊക്കെ. അപ്പം അങ്ങനെ ആ സാധകനായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് ആദ്യം നേരിടേണ്ടി വന്ന ആരാ? സുരസയാണ്, അല്ലെ? 2 രീതിയിലാണ് പറയുന്നത്. വാൽമീകി രാമായണം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് മൈനാക പർവ്വതം ഇങ്ങനെ ഉയർന്നു വരിക, അല്ലെ? പക്ഷേ എഴുത്തച്ഛൻ പറയുന്നത് സുരസയാണ് വരുന്നത്. സുരസ ആലോചിച്ച് നോക്കിയേ, നല്ല പേരല്ലേ ഇത്, സുരസ, അല്ലെ? അതിൽ തന്നെ ഉണ്ട് ഒരു സാധകനെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ, അല്ലെ? രസമുള്ളത് മുഴുവൻ സാധകനെ നശിപ്പിക്കും, അങ്ങനെയുണ്ട്. രസമുള്ളത്, സുരസം, അല്ലെ? അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് മാല ഇട്ട് കഴിഞ്ഞാൽ, അല്ലെ? മണ്ഡലകാലത്ത് മാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ട്. ഒന്ന് നൈഷ്ഠിക ബ്രഹ്മചര്യം, ഒന്ന്, അല്ലെ? ജിഹ്വോപസ്ഥ ജയമാണ് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ജിഹ്വ, നാവ്, ഉപസ്ഥം ജനനേന്ദ്രിയം. ഇത് 2നെയും നിയന്ത്രിക്കാൻ പറ്റുന്നതിന് ലോകത്ത് എന്തിനേയും നിയന്ത്രിക്കാൻ പറ്റുന്ന പറയും. അതിനുള്ള പരിശീലനമാണ് സത്യത്തില് മണ്ഡലകാലത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശീലനം അത് വലിയൊരു പാഠമാണ് നമുക്ക്. അപ്പം സുരസ, നാവിനെ നിയന്ത്രിക്കാൻ ആകപ്പാടെ അരച്ചാൽ നീളമേ ഉള്ളൂ. ഇതിനൊന്ന് നിയന്ത്രിച്ചു വിടണേ ഞാൻ വളരെ പ്രയാസമാണ്, അല്ലെ? അതുകൊണ്ട് അധികം രുചിയുള്ള കറിയൊന്നും നമ്മൾ മാലയിട്ട പ്രതീക്ഷിക്കാൻ പാടില്ല, ഉണ്ടാവരുത്. അല്ലാണ്ട് ഞാൻ ഏതായാലും നോൺ വെജ് കഴിക്കുന്നില്ല, അതുകൊണ്ട് അല്പം, അല്ലെ, ഗോപി നമ്പൂതിരി ആവാം, ആ പരിപാടി ഒന്നും പറ്റൂല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പരിപാടിയും പറ്റൂല. എന്ത് വേണം? സ്വാത്വികമായ ഭക്ഷണേ പറ്റൂ. നാവിനെ നിയന്ത്രിക്കൽ അങ്ങനെ, അല്ലാണ്ട് അതില്ല എന്നാ പിന്നെ പകരം ഇതായിക്കോട്ടെ, പറ്റൂല. കാരണം നാവിനെ ജയിക്കാനുള്ള പരിശീലനമാണിത്. അതുപോലെ തന്നെ നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശരീരത്തിന്റെ കായബലം വർദ്ധിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ മുഴുവൻ ഭഗവാനിലേക്ക് കൊടുക്കുന്ന സമയം. അതുകൊണ്ട് ഇത് വലിയ ഒരു പരിശീലനമാണ് ജീവിതത്തിൽ, വലിയ പരിശീലനം. കാരണം എപ്പോഴാണ് നമ്മുടെ രഘുവംശം പറഞ്ഞ സമയത്ത് യോഗാന്തേ തനുത്യജാം, അല്ലെ? ശൈശവത്തിൽ അഭ്യസ്ത വിദ്യരായി, യൗവനത്തിൽ വിഷയൈഷികളായി, അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ മുനുവൃത്തിയിലേക്ക് പോകുമ്പോഴുള്ള പരിശീലനമാണിത്.
അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ ജീവിതത്തിൽ നമ്മൾ സന്യാസിയായി ജീവിക്കേണ്ടി വരും. സകലമാന സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് വൈരാഗ്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കിട്ടുന്ന സാധനമല്ല ഇത്. അതിനുള്ള പരിശീലനമാണ് ഓരോ വർഷവും 41 ദിവസം ഭഗവാൻ നമുക്ക് ഇട്ടുതരുന്നു. ഒന്ന് പരിശീലിച്ചു നോക്കുക. അങ്ങനെ പരിശീലിക്കുന്ന ഒരുവൻ അറിയാതെ മാനസികമായിട്ട് അതിനു വേണ്ടിയിട്ട് പൊരുത്തപ്പെടും. എങ്ങനെ? എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് സന്തോഷം, ആരാണോ കൂടെയുള്ളത് അവരോടൊപ്പം സന്തോഷം, എവിടെയാണുള്ളത് അവിടെ സന്തോഷം ആയി. ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ 100-ൽ 100 മാർക്ക്. ഇത്രയും കിട്ടിയാൽ മതി. മനസ്സന്തോഷം, പരിപൂർണ സംതൃപ്തി, അതിലേക്ക് എത്താനുള്ള ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ്. ഞാനതാ പറഞ്ഞു, ആദ്യം സുരസ വന്നു അല്ലെ? സുരസ എന്താ ചെയ്യുക? അങ്ങനെ തന്നെ വിഴുങ്ങുക ചെയ്യുക മനുഷ്യൻ. രസമുള്ളതിന്റെ പുറകെ പോയാൽ ആ രസം നമ്മളെ അങ്ങ് വിഴുങ്ങിക്കളയും. അങ്ങനെയുണ്ട്. സുരസയുടെ മുമ്പിൽ ഹനുമാൻ ഒന്ന് വളർന്നു നോക്കി. ആദ്യം സുരസയുണ്ട് വിടുന്നു, സുരസയും വളർന്നു, ഹനുമാനും വളർന്നു, സുരസയും വളർന്നു. പക്ഷേ ഹനുമാന് വളരാൻ മാത്രമല്ല, എന്തോ അറിയാം, ചെറുതാവാനും അറിയാം. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അങ്ങനെയാണോ, നമ്മളൊന്നും ചെറുതായി കൊടുത്താൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ചെറുതാവില്ല അല്ലേ? ഈ ഈഗോ വല്ലാത്ത മനുഷ്യനെ ബാധിക്കും. പ്രശ്നം ഇങ്ങനെ സുരസ ഇങ്ങനെ വലുതായി വരുമ്പോൾ ഹനുമാൻ എന്താ ചെയ്തത്? ഒന്ന് ചെറുതായി സുരസയുടെ വായിലേക്ക് കയറി തിരിച്ച് ഇങ്ങ് ഇറങ്ങി വന്നിട്ട്, ഏതായാലും സുരസയുടെ ഉള്ളിൽ നിന്ന് വന്നല്ലേ, അമ്മേന്ന് ഒറ്റ വിളി, സുരസ ഫ്ലാറ്റ്. മനസ്സിലായില്ലേ? ഉള്ളിൽ നിന്ന് വന്ന പിന്നെ അമ്മയല്ലേ. അങ്ങനെ തന്നെ വിഴുങ്ങാൻ വന്നവരോട് അനുഗ്രഹം വാങ്ങിയിട്ട യാത്ര. എന്താ അവിടെ പ്രയോഗിച്ച ട്രിക്ക് എന്ന് വെച്ചാൽ ഒറ്റ ഒന്നേ ഉള്ളൂ, ചെറുതാവാനും ഹനുമാൻ അറിയാം. വലുതാവാൻ മാത്രമല്ല ജീവിതത്തിൽ പഠിക്കേണ്ടത്. എന്ത് വേണം? ചെറുതാവാനും പഠിക്കണം. അതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോഴാണ് മുമ്പോട്ട് പോകുന്നത്. അതാ ഹനുമാന്റെ മുമ്പിലേക്ക് അടുത്ത ആൾ വരുന്നു. ആരാ? മൈനാക പർവ്വതം. എന്താ സുഖം അല്ലയോ ഹനുമാനെ, യാത്ര ചെയ്ത ക്ഷീണം മുഴുവൻ നിനക്കുണ്ടല്ലോ, അല്പസമയം ഇരിക്കൂ, വിശ്രമിക്കൂ അല്ലേ? നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളാണ് എപ്പം ചാടിക്കറി ഇരുന്ന് ചോദിച്ചാൽ. കാരണം ഒരാൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, വിശ്രമിക്കുന്നില്ലേ? അപ്പോഴാണ് ഹനുമാൻ പറയുന്നത്, സമയമില്ല സുഹൃത്തെ, രാമകാര്യാർത്ഥത്തിനാ യാത്ര. അതുകൊണ്ട് പെരുവഴിയിൽ അശന ശയനങ്ങൾ പാടില്ല അല്ലെ? പെരുവഴിയിൽ അശനവും ശയനവും കടപ്പും തീറ്റയും ഒന്നും പാടില്ല. പോകുന്ന ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് നിന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഞാൻ വിശ്രമിക്കാം, കുഴപ്പമില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ വിശ്രമിക്കുന്നുണ്ടോ എന്ന് രാമായണത്തിൽ പറയുന്നില്ല, നമ്മൾ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. പക്ഷെ എന്താണ് അവിടെ? ഹനുമാൻ മനോഹരമായിട്ട് ആ സാഹചര്യത്തെ ഒന്ന് ഒഴിവാക്കിയെടുത്തു. അതും ആവശ്യമാണ് ജീവിതത്തിൽ. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒഴിവാക്കേണ്ടി വരും അല്ലെ? LIC ഏജന്റുമാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു പോളിസി എടുക്കുമെന്ന് ചോദിക്കും അല്ലെ? നമ്മളെന്താ അവരോട് പറയാ? സുഹൃത്തെ നാളെ എടുക്കാം എന്ന് പറയും, അല്ല അടുത്ത ദിവസം നോക്കാം. അവർ നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാ ദിവസവും അല്ലെ? നാളെ ലാസ്റ്റ് എന്തായി? നല്ല ബന്ധങ്ങളെ അവർ നമ്മളോടും മിണ്ടൂല, നമ്മൾ അവരോടും മിണ്ടൂല. അതാ ഉണ്ടാവുക. അവരോട് പറഞ്ഞാൽ സുഹൃത്തെ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല, ഇനി 5 വർഷം കഴിയുമ്പോൾ ശമ്പളത്തിലോ പെൻഷനിലോ ചെറിയ വർധനം ഉണ്ടാകുമ്പോൾ ഞാനൊരു പോളിസി എടുക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അങ്ങയെ തീർച്ചയായും സമീപിക്കും എന്ന് പറഞ്ഞു നോക്കി. ആ ബന്ധം നിലനിൽക്കും കൃത്യമായിട്ട്. നമ്മൾ അതിന് പകരം നോക്കാം എന്ന് പറയും. എന്നാൽ തന്നെ അർത്ഥം നോക്കാം എന്നാണ്, വരൂലാണ്. അവർ നമ്മളെ പ്രതീക്ഷിക്കും, നമ്മൾ അവരെയും പ്രതീക്ഷിക്കും. അതിലുള്ള ബന്ധം മുഴുവൻ കളയും. സ്ട്രാറ്റജികൾ ജീവിതത്തിൽ പ്രധാനമാണ്. രാമായണം എത്രയോ വർഷം പഠിച്ചാലും ആ ഹനുമാന്റെ സ്ട്രാറ്റജി നോക്കൂ. തിരിച്ചു വരുമ്പോൾ ഞാൻ അല്ലേ, സമയം കിട്ടിയാൽ വിശ്രമിക്കാം, ഇപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞ് ആ ക്ഷണം അതേപോലെ സ്വീകരിച്ച് എത്ര ഭംഗിയായിട്ടെന്നറിയാം. മൈനാകം എന്താ ഇങ്ങനെ ഉയർന്നു വരാൻ കാരണം? അവിടെ ഒരു കാര്യമുണ്ടല്ലേ, സഗരപുത്രന്മാർ പണ്ട് കുഴിച്ചു പോയിട്ടാണ് സാഗരം ഉണ്ടായത്. ആ സാഗരത്തിലാണ് പണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തത്? വജ്രായുധം കൊണ്ട് ഓരോ പർവ്വതങ്ങളുടെയും ചിറകുകൾ അരിയാൻ തീരുമാനിച്ചപ്പോൾ ഈ മൈനാകം പോയി ഒളിച്ച സ്ഥലമാണ് ഇവിടെ പർവ്വതത്തിന്റെ അല്ലെ, ഈ പർവ്വതം പോയിട്ട് സമുദ്രത്തിന് അടിയിൽ ഒളിച്ചു എന്ന് പറയും. അപ്പോൾ ഈ പർവ്വതത്തിന് അഭയം കൊടുത്തത് ആരാണ്? സമുദ്രാണ് അല്ലെ? സഗരപുത്രന്മാർ നിർമ്മിച്ചത് കൊണ്ടാണ് സാഗരം എന്ന് പറയുന്നത്. ഈ സഗരപുത്രന്മാർ ആരാ? സഗരനാരാ? സൂര്യവംശം മുമ്പ് ഭരിച്ച ഒരു രാജാവാ. നോക്കണം, സൂര്യവംശം മുമ്പ് ഭരിച്ച ഒരു രാജാവാണ് സഗരൻ. ആ സഗരന്റെ പുത്രന്മാർ നിർമ്മിച്ചതാണ് സാഗരം. അതുകൊണ്ട് എന്തുണ്ട്? ആ സാഗരമാണ് എന്ത് ചെയ്തത്? മൈനാകത്തിന് അഭയം കൊടുത്തിട്ടുള്ളത്. ഇന്നതാ സൂര്യവംശം ഭരിക്കുന്ന ദശരഥന്റെ മകൻ ഇങ്ങനെ വരുമ്പോൾ എന്ത് വേണം? നന്ദിയുള്ളവനാണെങ്കിൽ പോയിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ജീവിതത്തിൽ നന്ദിയുള്ളവരാവണം. ഒന്നാമത്തെ പാഠം അത്. ആരെ കൊണ്ടാ കാട്ടിത്തരുന്നത്? അചേതനമായ പർവ്വതത്തെ കൊണ്ടുപോലും, മനുഷ്യരെ കൊണ്ടല്ല, പർവ്വതത്തെ കൊണ്ടുമാണ് വാൽമീകി പറയിപ്പിക്കുന്നത്. ജീവിതത്തിൽ നന്ദിയുള്ളവരാവണം.
ഒരു കാലത്ത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഈ മൈനാകത്തെ ആരെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ മൈനാകത്തിന് തോന്നുകയാണ്, ഇതാ ശ്രീരാമചന്ദ്രനാണ് വരുന്നത്. ആര്? ദശരഥന്റെ മകനാ. പണ്ട് സൂര്യവംശം ഭരിച്ച അല്ലെ സഗരൻ ഇങ്ങനൊരു സമുദ്രം നിർമ്മിച്ചത് കൊണ്ടാണ് ഞാൻ സുഖമായി ഇവിടെ വസിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ സഹായിക്കണ്ടേ? നമുക്ക് എത്ര മനോഹരമായിട്ടാണ് പർവ്വതങ്ങളെ കൊണ്ടും പക്ഷികളെ കൊണ്ടും ഒക്കെ നന്ദിയുടെ പാഠങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്. അങ്ങനെ അതും അതിജീവിച്ച് മുമ്പോട്ട് പോയി ഹനുമാൻ. നോക്കുമ്പോൾ അതാ മുമ്പോട്ട് പോകാൻ നോക്കും, പുറകോട്ട് വലിക്കുന്നു. ആരെയും? സിംഹിക. അവിടെ ഹനുമാൻ വർത്താനൊന്നും പറയാനില്ല, കൊടുത്തു കേട്ടത് കാലുകൊണ്ട് ചവിട്ടുന്നതാണ്. ചിലവരോട് പിന്നെ ഡയലോഗ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഹനുമാന് വശമാണ്. എല്ലാം അറിയാം. തല്ലണ്ടവനെ തല്ലോനും അറിയാം, തലാടണ്ടവനെ തലോടാനും അറിയാം, എല്ലാം അറിയാം. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ലങ്കാലക്ഷ്മി മുമ്പിൽ നിൽക്കുന്നു അല്ലെ. ഉടൽ കടികിനോട് സമം ഇടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടക്കാൻ തുടങ്ങും ദശാന്തരെ കഠിനതര മലറിയൊരു രജനി തരിവേഷയായി കാണായി ദാശു ലങ്കാശ്രീയെയും തഥാ. ലങ്കാശ്രീ ഇങ്ങനെ വരിക. അവിടെയും ഹനുമാൻ ഒന്നും ആലോചിച്ചില്ല, ഇടത് കണ്ടു കൊടുത്തു. മനസ്സിലായില്ലേ? സർവാലങ്കാര വിഭൂഷിതയായിട്ട് നിൽക്കുന്നത്. പക്ഷെ വഴി മുടക്കി കഴിഞ്ഞാൽ ഹനുമാൻ മാറിപ്പോവാൻ ഉദ്ദേശമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ തടസ്സങ്ങളും ഹനുമാൻ അതിജീവിക്കാൻ പറ്റി. എങ്ങനെ? മനസ്സിലൊറ്റ ചിന്തയുള്ളൂ. എന്ത്? രാമൻ രാമ രാമവിഗ്രഹം മാത്രമാണ് ഉള്ളിൽ അല്ലെ. രാമൻ എന്നുള്ള ആ വിഗ്രഹം ഉള്ളിലും രാമനാമം ചുണ്ടിലും രാമന്റെ കർമ്മങ്ങളായിട്ടുള്ള രാമാങ്കുലീയം കയ്യിലുണ്ട്. ഇതാണ് ജീവിതം. എന്ത്? ഈശ്വരീയമായ ഈശ്വരൻ മനസ്സിൽ, ഈശ്വരനാമം ചുണ്ടിൽ, ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരു തടസ്സവും ബാധിക്കില്ല. അത് അങ്ങനെ അങ്ങ് സമുദ്രത്തിലേക്ക് നദി ഒഴുകുന്ന പോലെ അങ്ങനെ ഒഴുകും. ചില സമയത്ത് വലിയ പാറയുണ്ടാവും, മാറി ഒഴുകേണ്ടി വരും അല്ലെ. ചില സമയം വലിയ കല്ലുണ്ടാവും, മറിഞ്ഞൊഴുകേണ്ടി വരും. എങ്ങനെയായാലും ലക്ഷ്യത്തിലേക്ക് പോയിട്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ സീതയെ കണ്ടെത്തി തിരിച്ചു വന്ന് ഉണർത്തിച്ച് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് 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 പോകുന്നുണ്ട്. അങ്ങനെ അതിഭീഷണമായ രാവണ യുദ്ധം നടക്കുന്നതായ സന്ദർഭമാണ്. ആ യുദ്ധത്തെയൊക്കെ കാളിദാസൻ എത്ര ഭംഗിയായിട്ടാണോ അല്ലെ, നമ്മള് ക്രിക്കറ്റ് കമന്ററി പറയുന്ന ഇതിനെക്കാട്ടും അല്ലെ അതുപോലെയാണ്. രാമനോ രാവണനോ, രാമനോ രാവണനോ, ആ രീതിയിലാണ്. ആരാ ലോകത്തില്ലാതാവുക എന്ന് പറയാൻ പറ്റില്ല. അത്ര ഭീകരമായ യുദ്ധം നടന്ന് അതിൽ രാവണനെ പരാജയപ്പെടുത്തിയതിന് ശേഷം സീതയെ അഗ്നിശുദ്ധി ചെയ്ത് സ്വീകരിച്ച് ഭഗവാൻ ലങ്കയിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മൾ രാമായണത്തിൽ കാണാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വർണ്ണന കാണുന്നത്. ആ ഒരു ആകാശത്തിലൂടെ ആ പിന്നെ പുഷ്പവിമാനം ഇങ്ങനെ വരുന്ന സമയത്ത് പണ്ട് വനവാസകാലത്ത് രാമനും സീതയും ഒരുമിച്ച് വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെയും ആ മുകളിലിരുന്ന് കാണുന്ന ഒരു രംഗമുണ്ട്, വർണ്ണിക്കുന്നുണ്ട് കാളിദാസൻ. എത്ര മനോഹരമാണെന്നറിയാതെ. അധാത്മന ശബ്ദഗുണം ഗുണജ്ഞ പദം വിമാനേന വിഹാഗമാനം രത്നാകരം വീക്ഷ്യ മിഥസ്സജായാം രാമാഭിധാനോ ഹരിരിത്യുവാച. ആദ്യം തന്നെ വൈദേഹി കാണിച്ചു കൊടുക്കുന്നുണ്ട്. വൈദേഹി പശ്യ മലയാ വിഭക്വാൻ മത്സേതുനാഭേ നിലമംബുരാശി ഛായാപദേനേവ ശരഃപ്രസന്നം ആകാശമാവിഷ്കൃത ചാരുതാരം. രണ്ടായി കടന്നിരിക്കണം. വൈദേഹി നോക്കൂ, ഞാൻ നടുക്കൂടെ കാണുന്നൊരു ചിറ കാണുന്നില്ലേ? അത് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് വാനരന്മാരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ നിർമ്മിച്ചതാണ്. അങ്ങനെ ഓരോന്നും സീത കാണുവാൻ ആഗ്രഹിക്കുന്ന ഓരോ കാഴ്ചകളും അങ്ങനെ അങ്ങനെ കണ്ട് 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 ഇങ്ങനെ വരുന്നതായ ഒരു രംഗമുണ്ട്. അത് ഒരുപാട് പദ്യങ്ങളുണ്ടായി. നമ്മൾ രഘുവംശം എപ്പോഴെങ്കിലും എടുത്ത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ആഴത്തില് പഠിക്കേണ്ട നല്ലൊരു ഭാഗമാണ്. അപ്പം സരയൂ നദിയുടെ അടുത്തെത്തുമ്പോൾ അവിടെയാണ് പണ്ട് അച്ഛൻ എന്ത് ചെയ്തിട്ടുള്ളത്? എന്നെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ പുത്രകാമേഷ്ടി യാഗം നിർവഹിച്ച സ്ഥലമാണത്. അങ്ങനെ ഓരോ കാഴ്ചകളും ഓരോന്നും നമ്മള് പണ്ട് വനവാസത്തിലുണ്ടായ സമയത്ത് പഞ്ചവടി അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങളും അല്ലെ ഇങ്ങനെ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് കാണിക്കുന്ന ട്രോള് പറത്തിയിട്ട് ഇന്ന് കാണുന്നതിനെക്കാളും പണ്ട് കാളിദാസൻ ഏതോ കാലഘട്ടത്തിന് മുമ്പ് എഴുതി വെച്ച ഒരു ആകാശ ദൃശ്യം മനസ്സിലായി. അത്ര രസകരമാണ്. രഘുവംശത്തിലെ ഏറ്റവും ഒരു നമുക്ക് ഹൃദയസ്പൃക്കായിട്ട് വളരെ ആഴത്തിൽ അല്ലെ അങ്ങനെ കാണാൻ പറ്റുന്നതായ ഒരു പാഠാണ്. അങ്ങനെ ഒരു
ദൃശ്യങ്ങളൊക്കെ കണ്ട് 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 എവിടെ പിന്നെ രാമരാവണ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. വളരെ തിരക്ക് പിടിച്ചിട്ടാണ് യാത്ര, നമ്മൾ മനസ്സിലാക്കണം. വളരെ തിരക്ക് പിടിച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമാണ് ബാക്കിയുള്ളത്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ, നമ്മളാണെങ്കിൽ 4 ദിവസം താമസിച്ചല്ലേ, ഏതായാലും യുദ്ധമെല്ലാം കഴിഞ്ഞല്ലേ, ഫ്രീ ആണ്. അപ്പൊ 2 ദിവസം താമസിച്ച് ലങ്കയിലെ സ്ഥലമെല്ലാം കണ്ട് ഇങ്ങനെ പോവാന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതല്ല പ്രശ്നം. കറക്റ്റ് സമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ ഭരതൻ ഒരു ശപഥം ചെയ്തിട്ടുണ്ട് അല്ലെ, 14 വർഷം പൂർത്തിയാകുന്ന ദിവസം ഭഗവാനെ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഞാൻ അല്ലേ അഗ്നിയിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഭരതൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം ഏതായാലും ഇങ്ങനെ വിമാനത്തിൽ വരിക, നമ്മളാണ് എത്ര ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷെ ഭഗവാൻ എന്താ അവരോട് അറിയാം, ഇങ്ങനെ കൂളായിട്ട് സീതയോട് വർത്താനം പറഞ്ഞിരിക്കുക. ആ മനസ്സിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയ മനുഷ്യ, ഇതൊക്കെയാണ് നമ്മൾ പാഠാക്കേണ്ടത്. ഏതായാലും വണ്ടി ഓടുന്നുണ്ട്, നമ്മളാണെങ്കിൽ ഇപ്പൊ കണ്ണൂരേക്ക് പോകുന്നുണ്ട് അല്ലെ, കോഴിക്കോടേക്ക് പോകണം, അവിടെ പോയിട്ട് ഒരു കാര്യം നടക്കണം, ഇല്ലാത്ത ടെൻഷൻ കൊണ്ട് നമ്മൾ പോവുക അല്ലെ. ഏതായാലും 1 മണിക്കൂർ ടെൻഷൻ അടിച്ച വല്ല കാര്യമൊന്നുമില്ല, വണ്ടി അങ്ങ് ഓടിക്കോളും. നമ്മൾ അതിനകത്ത് ഇരുന്നിട്ട് വെറുതെ ഉരുകി തീർത്തിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ നോക്കിയേ, ആ ഒരു ദിവസം മാത്രം ബാക്കി, ആ ഒരു ദിവസം ബാക്കി നിൽക്കെ വിമാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ, ആ സമയത്താണ് കണ്ട കാഴ്ചകൾ മുഴുവൻ ഭഗവാൻ ഇങ്ങനെ രസകരമായിട്ട് ആ സീതയ്ക്ക് സന്തോഷം നൽകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല 14 വർഷം ഭഗവാനെ കാണാതെ ഇരിക്കുന്നതായ പത്നിയാണ്, എത്ര ദുഃഖം ഉണ്ടാവും. അവരെ എന്ത് ചെയ്യണം, ഒന്ന് സമാധാനിപ്പിക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള തണുത്ത നല്ല വാക്കുകൾ കൂടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ വിമാനം ഇവിടെ തിരിച്ച് അയോധ്യയിൽ ഇറങ്ങിയ സമയത്ത് പിന്നെ ഭരതാദികൾ വന്ന് ഭഗവാനെ നമസ്കരിച്ചു. അതിനുശേഷം ശ്രീരാമൻ അമ്മമാരെ കാണാൻ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. വളരെ വിഷമം തോന്നും നമുക്ക് ഇങ്ങനെ വായിക്കും. ഭർത്തു പ്രണാശാദശോചനീയം ദശാന്തരം തത്ര സമം പ്രപന്നേ അല്ലേ, അപശ്യതാം ദാശരഥി ജനന്യവും. അങ്ങനെ ദാശരഥി അമ്മയെ പോയി കാണുകയാണ്. കുറേ വർഷം 10-14 വർഷം അമ്മയെ വിട്ടുനിന്ന ദുഃഖം മാറുവാൻ വേണ്ടിയിട്ട് അമ്മയെ പോയി കണ്ട സമയത്ത് ഭഗവാൻ ഇങ്ങനെ കണ്ണുനീര് വീഴുകയാണ്. എന്തുകൊണ്ടാ, എങ്ങനെയാണ് കാളിദാസൻ വർണ്ണിച്ചതെന്ന് അറിയാന്, ചേതാദിവോപഘ്ന തരോർ എന്നാണ് എന്ന രീതിയിൽ വർണ്ണിച്ചത്. അതായത് ഊന്നുവടി നഷ്ടപ്പെട്ട അല്ലെ, ഊന്നുവൃക്ഷം നഷ്ടപ്പെട്ട വള്ളി പോലെയുള്ള അമ്മമാർ നടത്തും. എത്ര നല്ല മനോഹരമായ വർണ്ണനയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. വൃക്ഷത്തെ പുരുഷനായിട്ടും, പൊതുവെ കവികളൊക്കെ അങ്ങനെയാണ്, വള്ളികളെ ഭാര്യമാരായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ഒരു വൃക്ഷം, ആ മാതൃവൃക്ഷം നഷ്ടപ്പെട്ട എന്താ അവസ്ഥ അല്ലെ, ഒരു വൃക്ഷത്തിലേക്ക് വള്ളി ഇങ്ങനെ കയറിയിട്ടുണ്ട്, ആ മരം മുറിഞ്ഞു പോയാൽ ആ വള്ളി അനാഥമായി പോകും, വള്ളിക്ക് പിന്നെ ആരുമില്ല. അതേപോലെ ഊന്നുവൃക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ദശരഥൻ എന്ന വൃക്ഷം നഷ്ടപ്പെട്ടു. എന്നിട്ട് ദുഃഖത്തോടെ നിലത്തിങ്ങനെ ഇഴയുന്ന, അതായത് ശയ്യയിൽ കിടക്കുന്നതായ ആ അമ്മ, പ്രത്യേകിച്ച് തൻ്റെ അമ്മയെ കണ്ട് ശ്രീരാമൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ തലോടുന്നുണ്ട് ഭഗവാന്റെ. നോക്കും, മുഴുവൻ മുറിവിന്റെ പാടുകളാണ്. അപ്പൊ വളരെ വിഷമം വരികയാണ്. കാരണം ഈ 14 വർഷം മുഴുവൻ രാക്ഷസന്മാരുമായിട്ട് യുദ്ധമാണ്. ആ സമയത്ത് ഭഗവാന്റെ കൈകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ അസ്ത്രം എടുത്തത് കൊണ്ടും വാൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ മുറിവുകളുണ്ട്. ആ മുറിവുകൾ ഇങ്ങനെ മുഴുവൻ മുറിപ്പാടുകൾ തലോടിക്കൊണ്ട് അമ്മ ഇങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭഗവാനോട് കുറേ നേരം സംസാരിക്കുന്നു. അപ്പം അവിടെയൊക്കെ ഈ ഒരു അമ്മ ഭരതനെ സമാശ്വസിപ്പിച്ച ഉടനെ ഭഗവാൻ നേരെ പോകുന്ന കൗസല്യയുടെ അടുത്തേക്കാണ്. മനസ്സിലായില്ലേ, നാളെ പോകാന്നുള്ള ഒരു ഇതില്ല, അന്നേരം തന്നെ അല്ലെ. ചില പ്രത്യേകതകളാണ് അമ്മയോടുള്ള ആ ഒരു അടുപ്പം നമ്മൾ നോക്കണം. അയോധ്യയിലെത്തിയ ഉടനെ ഭരതൻ ഇങ്ങോട്ട് വന്ന് കാണുന്നു. ഭഗവാൻ അന്വേഷിക്കുന്ന ഭരതനേക്കാളും മുമ്പേ ആരെയാണ്, കൗസല്യാണ്. അങ്ങനെ അടുത്തു പോയിട്ട് സാഷ്ടാംഗ നമസ്കാരമാണ് ആദ്യം തൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതെന്നർത്ഥം. അത് വളരെ വലിയൊരു പാഠമാണ് നമുക്ക് അല്ലെ. അമ്മ അല്ലെ, അമ്മും ആയും തന്നു വളർത്തിയാണ് അമ്മ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ആ എന്ന് പറഞ്ഞാൽ അക്ഷരം. അമ്മ തരുന്ന 2 കാര്യങ്ങളാണ് നമുക്ക്. എന്ത്, അല്ലെ, ഭക്ഷണം ഇങ്ങനെ എടുത്ത് വായിൽ വെച്ച് വരുന്നു. നമ്മളൊക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ചു വരാം. മക്കൾക്കും ഭക്ഷണം അങ്ങനെ നമ്മൾ കൊടുക്കുക, എന്ന് പറഞ്ഞു. ആ എന്ന് പറഞ്ഞാൽ എന്താ, അക്ഷരം. അപ്പൊ അമ്മയാവണം എന്ത് വേണം, ഈ 2 കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കണം. എന്തൊക്കെ കൊടുക്കണം, ഭക്ഷണവും കൊടുക്കണം, അക്ഷരവും കൊടുക്കണം.
അവർക്ക് ആവശ്യമായ ഭക്ഷണവും അവർക്ക് ആവശ്യമായ അറിവും രണ്ടും കൃത്യമായി നൽകുമ്പോൾ നല്ല അമ്മയായി. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ആദ്യം പോയി ആ കൗസല്യാദേവിയെ ഒന്ന് നമസ്കരിച്ചു. അതിനുശേഷം പോകുന്ന എങ്ങോട്ടാ അറിയോ? കൈകേയിയുടെ അടുത്തേക്കാണ്. നമ്മളാണ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല അല്ലെ. ആ പെണ്ണുങ്ങൾ കാരണമാണ് എൻ്റെ എല്ലാ കഷ്ടകാലവും 14 കൊല്ലം എന്തൊരു കഷ്ടപ്പാടാ ഭഗവാൻ. അല്ല, കൈകേയിയുടെ അടുത്ത് പോയി. എന്നിട്ടോ കൃതാഞ്ജലിസ്തത്ര യദംശ സത്യാൻ അവംശത സ്വർഗഫലാത് ഗുരുർണ എന്നോട് പറയാണ്, അല്ലയോ കൈകേയി മാതാവേ, അങ്ങ് കാരണമാണ്, ഈ അമ്മ കാരണമാണ് അച്ഛൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? സത്യത്തെ പരിപാലിക്കുന്നവനെന്നുള്ള കീർത്തിയോടുകൂടി സ്വർഗത്തിൽ വസിക്കുന്നു. നോക്കുക, അതിലും തൻ്റെ കഷ്ടകാലത്തിൽ വന്നിരിക്കുന്ന ആ ബുദ്ധിമുട്ടിനെ മറച്ചു വെച്ച് അതിലും ഭഗവാൻ ഒരു പോസിറ്റീവാണ്. മനസ്സിലായില്ലേ? അമ്മ അന്ന് ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് വനത്തിലേക്ക് പോകാൻ പറ്റിയത്. അതുകൊണ്ട് എന്താ ഗുണം? ഇന്നും നമ്മുടെ പിതാവ് എന്തുണ്ട്? സത്യത്തെ പരിപാലിക്കുന്നവൻ എന്നുള്ള ആ ഒരു ഉറച്ച പിന്നെന്താണ് പുകഴ്ത്തലോടുകൂടി ജനങ്ങൾ മുഴുവൻ ദശരഥനെ അങ്ങനെയാ പറയുന്നത്, സത്യവ്രതൻ എന്നുള്ള അച്ഛന് കീർത്തി ഉണ്ടാക്കി കൊടുത്തത് അമ്മയുടെ വാക്കുകളാണ്. അതാണ് ശ്രീരാമചന്ദ്രനെ പറ്റി ഞാൻ പറഞ്ഞത്. എത്ര ഒരു ഇരുട്ടിനകത്ത് പോലും ഭഗവാൻ പ്രകാശം കണ്ടെത്തും. അങ്ങനെ ജീവിതത്തിൽ പിന്നെ ആ അമ്മയെ നമസ്കരിച്ച് അയോധ്യയിൽ സീതയോടൊപ്പം വളരെ കാലം ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ശംഭൂകവധവും കാര്യങ്ങളൊക്കെ വരുന്നത്. ശംഭൂകവധമെല്ലാം നമ്മൾ ശരിക്കും പഠിക്കണം കേട്ടോ. ശൂദ്രനായതുകൊണ്ട് മാത്രമൊന്നുമല്ല, ശംഭൂകനെ പറ്റിയുള്ള ആ ശ്ലോകങ്ങൾ എടുത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് പച്ചമാംസം ഭക്ഷിച്ചുകൊണ്ട് രക്തവും കുടിച്ചുകൊണ്ട് പുകയിട്ട് തലകീഴായി ഒരുത്തൻ തപസ് ചെയ്യാം. ഇന്നാണെങ്കിൽ എപ്പം അയാളെ പിടിച്ച ജയിലിട്ട് വെച്ചത്. കാരണം അല്ലേ, ഇന്നും പറ്റൂല ഇത്. അന്നല്ല, ഇന്നും പറ്റൂല. കാരണം എന്താ? ആഭിചാര കുറ്റകൃത്യം ഇന്നും നിരോധിച്ച കാര്യമാണ്. ശംഭൂകൻ തപസ് ചെയ്യുന്ന രീതിയെ കുറിച്ചൊരു ശ്ലോകമുണ്ട് രാമായണത്തിൽ. കാരണം ആ ശൂദ്രനായതുകൊണ്ടൊന്നുമല്ല, ഒരു വഴിവിട്ട തപസ്സാ അത്. മനസ്സിലായില്ലേ? ആ വഴിവിട്ട തപസ്സിനുള്ള മറുപടിയാണ് ഭഗവാൻ കൊടുക്കുന്നത്. ശ്ലോകം കൃത്യമായി വാൽമീകി രാമായണത്തിലുണ്ട്. പക്ഷെ അതിനെ ആരെടുത്ത് ഉദ്ധരിക്കൂല. ശംഭൂകൻ ശൂദ്രനാണ് അതുകൊണ്ട് തട്ടിയെന്നാ പറയാ. അല്ല, ആ തപസ് ചെയ്യുന്ന ശംഭൂകനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ എന്തോ ഒരു ആഭിചാര കർമ്മമാണ്. മനസ്സിലായില്ലേ? ദുർമന്ത്രവാദം അങ്ങനെ തന്നെ പറയാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആര് ചോദിച്ചാലും തെളിവ് ഞാൻ തയ്യാറാക്കി കൊടുക്കുക. എൻ്റെ ശ്ലോകമുണ്ട്. മനസ്സിലായി? രാമായണത്തിനുള്ള മറുപടിയാണ്, വേറെ എവിടെ നിന്ന് എടുത്തല്ല. രാമായണത്തിലെ ദക്ഷിണാത്യ പാഠത്തിൽ കൃത്യമായി ശംഭൂകനെ കുറിച്ചും അദ്ദേഹം തപസ് ചെയ്യുന്നതിനെ കുറിച്ചും ആ രൂപവും ഭാവവും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയുള്ള ശംഭൂകനെ വധിക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ രാജകാര്യങ്ങളെ കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ പല ദിക്കിലേക്കും ചാരന്മാരെ, രാജാക്കന്മാരെ ചാരചക്ഷുസുകൾ എന്നാണ് പറയുക അല്ലെ. എല്ലായിടത്തും അവരുടെ കണ്ണെത്തൂല. അതുകൊണ്ട് രാജ്യത്ത് എങ്ങനെയാണ് രാജ്യം ഭരണം നടക്കുന്നതെന്ന് ഏറ്റവും അറിയാൻ സ്പൈ വർക്കാണ് ഏറ്റവും നല്ലത് അല്ലെ. ഭരണാധികാരികൾക്കെല്ലാം ഉണ്ടാവും ഈ സ്പൈ വർക്കർമാർ. അപ്പം ഏറ്റവും കൂടുതൽ സ്പൈ വർക്കുള്ള രാജ്യമാണ് അമേരിക്ക. അവരുടെ ചാരന്മാർ നമ്മുടെ എല്ലായിടത്തും ഉണ്ടെന്ന് പറയും. മുക്കിലും മൂലയിലുണ്ട്. കണ്ടെത്തൽ ബുദ്ധിമുട്ടാണ്. അത്ര ഇതില് നിഷ്ണാതന്മാരാണ് അവര്. അപ്പം അവര് പോലും അറിഞ്ഞില്ല എന്നാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പിന്നെ ഭരണകൂടത്തിന്റെ ചില മികവല്ലുണ്ട് അതിനകത്ത്. അതൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ അത്ര സ്പൈ വർക്ക് നടത്തിയപ്പോൾ ആ ഭഗവാന്റെ ചെവിക്കുള്ളിലേക്കാണ് ഭദ്രൻ എന്ന ചാരന്റെ ഒരു സംസാരം അല്ലെ. അദ്ദേഹമാണ് പറയുന്നത്, സീതയെ ഭഗവാൻ ചേർത്ത് നിർത്തുന്നതിൽ ജനങ്ങൾ ചില അപവാദങ്ങൾ പറയുന്നുണ്ട്. ഭദ്രൻ എന്ന് പറയുന്ന ഒരു ചാരൻ വന്നു. അപ്പോഴാണ് ഭഗവാൻ അതിനെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അതിനാരെ ഏൽപ്പിച്ചു? ഭഗവാൻ ലക്ഷ്മണനെ വിളിച്ച് വാൽമീകി ആശ്രമത്തിന്റെ സമീപത്ത് കൊണ്ടുപോയിട്ട്. അതാണ് രസം. നമ്മൾ ഉപേക്ഷിക്കാനാണ് എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ പറയാൻ പോരാ. അല്ല, ഗർഭിണിയായ സീതയെ വാൽമീകി ആശ്രമത്തിന്റെ അടുത്ത് പോയി ഉപേക്ഷിക്കണം എന്നാണ് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ലക്ഷ്മണൻ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ വാൽമീകി ആശ്രമത്തിന്റെ അടുത്ത് സീത ഉപേക്ഷിച്ചു. അപ്പോൾ ആ കാളിദാസന്റെ ഓരോ വർണ്ണന ഉണ്ട്. അപ്പൊ ഗംഗ ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുന്ന പറയുന്നത്. മനസ്സിലായില്ല? ആ സമയത്ത് സീതയെ ഭഗവാൻ പരിത്യജിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ഗംഗാദേവി തന്റെ കൈകൾ കൊണ്ട് ഭഗവാനെ അരുതരുതരുത് എന്ന് തടഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും സീത കുട്ടികളെ പ്രസവിക്കുന്നു. സീത അങ്ങനെ വാൽമീകി ആശ്രമത്തില് വാൽമീകിയുടെ പരിചരണത്തിൽ വളരുന്നു. ഭഗവാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? തിരിച്ച് അയോധ്യയില് എത്തി രാജഭരണം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത്?
സീതയുടെ മക്കൾക്ക് കൃത്യമായിട്ട് വാൽമീകി തൻ്റെ രാമായണ കഥ പാടിക്കൊടുക്കുന്നു. രാമായണ കഥ പഠിച്ച് പല സ്ഥലങ്ങളിലും അവർ പാടിങ്ങനെ നടക്കാം. തേജസ് ഉറ്റതായ 2 ബാലകന്മാർ ഏത് മുക്കിലും മൂലയിലും പോയി രാമായണ കഥ ഇങ്ങനെ പാടുമ്പോൾ എല്ലാവരും കേട്ടിരിക്കും. അപ്പൊ അങ്ങനെ കേട്ടാണ് അവര് ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിലെത്തിയിട്ടും രാമകഥ പാടുന്നു. അപ്പോൾ ആ കുട്ടികളെ കണ്ട സമയത്ത് അവിടെയുള്ളവർക്കൊക്കെ ഭയങ്കര സംശയം, ഭഗവാന്റെ അതേ ചായ. അങ്ങനെയാണ് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, വാൽമീകി ആശ്രമത്തിൽ എത്തുന്നത്. വാൽമീകി പറയുന്നുണ്ട് സീതയെ ഭഗവാനെ അങ്ങ് സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഭഗവാൻ രണ്ടാമത് ഞാൻ സ്വീകരിക്കാം, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സീത ഒരിക്കൽ കൂടി അഗ്നി പരീക്ഷ ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ആ ഒരു രംഗമൊക്കെ വായിക്കും, വളരെ എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു വല്ലാത്ത വിഷമം വരും. ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യം ഭഗവാൻ അഗ്നി പരീക്ഷ നടത്തി ഈ ദേവിയുടെ ചാരിത്ര ശുദ്ധി തെളിഞ്ഞതാണ്. യുദ്ധം കഴിഞ്ഞ ഉടനെ വീണ്ടും പറയാണ് ഒരിക്കൽ കൂടി അഗ്നി പരീക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി. വാൽമീകി ആശ്രമത്തിന്റെ മുമ്പിൽ എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് സീത ഇങ്ങനെ നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ഇങ്ങനെ ആരുടെയും മുഖത്ത് നോക്കാതെ ഇങ്ങനെ താഴേക്ക് നോക്കി 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 വന്ന് സീതയോട് അഗ്നി പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, വാഗ്മന കർമ്മഭിപത്യോ വ്യഭിചാരോ യഥാനമേ തഥാ വിശ്വംഭരേ ദേവി മാം അന്തർബാധുമർഹതി. അല്ലെ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ എൻ്റെ ഭർത്താവിനെ എന്താക്കിയിട്ടുണ്ടെങ്കിൽ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ ദേവി എനിക്ക് നീ തന്നെ അഭയം തരണം എന്ന് പറയുന്നു. അപ്പോൾ ഭൂമി 2ആയി പിളർന്ന് അവിടെ സീത അന്തർധാനം ചെയ്യുന്നതോടുകൂടി രാമായണ കഥ, ഞാൻ പറഞ്ഞു അത് നമുക്ക് വളരെ വളരെ ഒരു ദുഃഖത്തോടു കൂടിയേ വായിക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ കണ്ണുനീരിങ്ങനെ വീഴും അത് വായിക്കുമ്പോൾ, അത്ര ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞ് സഹൃദയനിങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു വലിയ പ്രതീക്ഷ കാളിദാസൻ തരുന്നത്. എന്താ തരുന്നത്? ഈ ഒരു ഭഗവാന്റെ ചെയ്തിയിൽ നിങ്ങളാരും ദുഃഖിക്കണ്ട. എന്തുകൊണ്ടാ? കുശനെ ഭഗവാൻ രാജാവായി അഭിഷേകം ചെയ്തു, എന്നിട്ട് സരയൂ നദിയിൽ അന്തർദാനം ചെയ്തുകൊണ്ട് തൻ്റെ ഈ ശരീരം യോഗവിദ്യയിലൂടെ ഉപേക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ വല്ലാതെ ഒരു ഇനി രഘുവംശം മുമ്പോട്ട് വായിക്കാൻ നമുക്ക് തോന്നൂല, അത്ര പ്രയാസമായിരിക്കും. അപ്പോഴാണ് നമ്മൾ പറയും, എന്തു പറയും? നിർവർത്തിയേവം ദശമുഖ ശിരശ്ചേതന കാര്യം സുരാണം. സഹൃദയരോട് കാളിദാസൻ പറയാണ്, ഈ ഒരു അവതാരത്തിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. എന്ത്? ലോകകണ്ടകമായിട്ടുള്ള രാവണനെ നിഗ്രഹിക്കണം. എന്നിട്ടോ വിക്ഷുക്സേന സ്വതനുമനിവിശത് സർവലോക പ്രതിഷ്ഠാം. അവിടെ ശ്രേഷ്ഠനായിട്ടുള്ള ആരെ? വിഭീഷണനെ രാജാവായി വാഴിക്കണം. മാത്രമല്ല ലങ്കാനാഥം പവനതനയും ചോഭയും സ്ഥാപയിത്വ. അല്ലെ, പവനതനയനെ ലോകത്ത് എന്താവണം? ചിരഞ്ജീവിയായി ഉയർത്തണം തുടങ്ങിയ കീർത്തികാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഈ ലോകത്ത് അവതരിച്ചിട്ടുള്ളത്. അല്ലാതെ എന്തല്ല, നിങ്ങൾ കാണുന്നത് പോലെ ഈ ജീവിത നാടകം ആടി ആരെയും ദുഃഖിപ്പിക്കാൻ ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഭക്തോത്തമരുടെ ഉള്ളിലേക്ക് ഭഗവാന്റെ ആ ചിന്ത ഒരിക്കൽ കൂടി, ഭഗവാന്റെ ലീലാവിലാസങ്ങൾ കൃത്യമായി ഒന്നും കൂടെ ഭക്തന്റെ ഉള്ളിലേക്ക് പറഞ്ഞുറപ്പിക്കുന്ന രീതിയിലാണ് ഉള്ളത്, അതല്ലേ ഇന്നത്തെ. അതുകൊണ്ട് ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പവിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് മാത്രമേ പഠിപ്പിക്കാനുള്ളൂ ഭഗവാൻ. സാധുക്കളെ പരിപാലിക്കണം, ദുഷ്ടന്മാരെ നിഗ്രഹിക്കണം. അതിന് ഓരോ യുഗങ്ങളിലും ഭഗവാൻ ഇങ്ങനെ അവതരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവിടെ മാനുഷികമായ വികാരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ കഥകളെ വെച്ചുകൊണ്ട് ഭഗവാനെ വിമർശിക്കുവാനോ ഭഗവാനെ വേറൊരു രീതിയിൽ കാണാനോ ഉള്ള അവകാശം ഒരു ഭക്തന്മാർക്കും ഒരു കവിയും അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രഘുവംശം ഇവിടെ കാളിദാസൻ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ഒരു 15 സർഗങ്ങളിലൂടെ ഒരു ഒട്ടപ്രദക്ഷിണം വെച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഭഗവതിയുടെ നിശ്ചയം കൊണ്ട് ഈ 3 ദിവസം നമ്മുടെ കവിശ്രേഷ്ഠനായ കാളിദാസനെ കുറിച്ചൊന്ന് പരിചയം നൽകുവാനും അദ്ദേഹത്തിൻ്റെ കാവ്യത്തിലൂടെ ഒരു ഒട്ടപ്രദർശനം നടത്തുവാനും സാധിച്ചിട്ടുണ്ട്.
നമുക്ക് രഘുവംശം എന്നുള്ള കാവ്യം എടുക്കാനും പഠിക്കാനും ആഴത്തിൽ ചിന്തിക്കുവാനുള്ള അവസരം ഭഗവാനായിട്ട് തന്നെ ഒരുക്കി തരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. 70 ദിവസങ്ങളിലായി നടന്നു വരുന്ന ഈ സത്സംഗ പരിപാടിക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നൽകുന്ന ഒരു വലിയ ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ, പ്രത്യേകിച്ച് ഇന്ന് കുചേല ദിനം കൂടിയാണ് അല്ലേ, ഭക്തോത്തമനായ കുചേല ദിനം. അതുകൊണ്ട് കുചേലൻ എന്നുള്ള വാക്ക് സത്യത്തിൽ നമുക്ക് എവിടെയും അല്ലേ പ്രത്യേകിച്ച് എവിടെ കാണാൻ സാധിക്കില്ല, ഭാഗവതത്തിലില്ല. കുചേലൻ എന്നുള്ള പദയില്ല. സുധാമാവ് എന്നാണ് അവിടെ പ്രയോഗിച്ച പദം, കുചേലെന്നില്ല. കുചേലഹ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ കണ്ടുകൊണ്ട് പിന്നീട് വന്ന മലയാള കവികൾ കൊടുത്ത പേരാണ്. കുത്സിതഹ ചേലഹ അല്ലെ, മോശം വസ്ത്രം അണിഞ്ഞവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സത്യത്തില് സുധാമ എന്നാണ് ഭാഗവതം അദ്ദേഹത്തിന് കൊടുത്ത നാമം. സുധാമം അല്ലെ, നല്ല ദാമമുള്ളവൻ അല്ലെ, നല്ല ഭഗവത് ചിന്ത എപ്പോഴും ജീവിതത്തിലുള്ളവൻ എന്നുള്ള മനോഹരമായ അർത്ഥം ആ ഭാഗവതകാരൻ ആ ഒരു നാമത്തിന് കൊടുത്തു. നമ്മുടെ ഉള്ളിലും ആ കുചേലന്റെ ചിന്തകൾ, സുധാമാവിന്റെ ചിന്തകൾ എന്നും വിളങ്ങട്ടെ. ഭഗവാൻ നമ്മളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.